ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് അദ്ദേഹത്തിന് പല പ്രോഗ്രാം ഉണ്ട്. പക്ഷെ അതെല്ലാം ഒഴിവാക്കിയിട്ട് ഈ സമയം അദ്ദേഹം ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അവസരത്തെ പറ്റി കൃത്യമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ലൈവായിട്ട് ഇരിക്കണം. എല്ലാ ആളുകളും വീഡിയോ ഓൺ ആക്കിയിട്ട് ഒരു നല്ല സ്ഥലത്തിരുന്ന് തന്നെ കാണാം. കാരണം അദ്ദേഹത്തിന്റെ മാക്സിമത്തിൽ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ലൈവായിട്ട് ഇരുന്നെങ്കിൽ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും നിറഞ്ഞ ഒരു ഡിജിറ്റൽ ഹെഡ് സിമിലൻ ക്ലാപ്പോട് കൂടി നമുക്ക് വെൽക്കം ചെയ്യാം അവർ ഗ്രേറ്റ് ലീഡർ, അവർ സഫയർ എക്സിക്യൂട്ടീവ് റഹൂഫ് സാർ. പ്ലീസ് വെൽക്കം ഓൺ ദ സ്ക്രീൻ. താങ്ക് യു സോ മച്ച് മുനീർ സാർ. വളരെ മനോഹരമായിട്ട് എന്നെ പരിചയപ്പെടുത്തി. പേര് അബ്ദുൾ റൌഫ്, സ്വദേശം മലപ്പുറം ജില്ലയിലാണ്. ഇന്ന് നിങ്ങളുടെ വിജയം ആഗ്രഹിക്കുന്ന നല്ലൊരു ബന്ധുവിന്റെ അല്ലെങ്കിൽ നല്ലൊരു സുഹൃത്തിന്റെ ക്ഷണം സ്വീകരിച്ച് നിങ്ങൾ ഇന്ന് ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഡാം ഷുവർ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വഴിത്തിരിവ് ഇത് കാരണമാകും. കാരണം എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാക്കിയത് ഇങ്ങനെ ഒരു പ്രോഗ്രാമാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ജീവിക്കുന്ന ഈ സന്തോഷകരമായ ജീവിതം നിങ്ങളേക്ക് കിട്ടാനും വെറും 30 മിനിറ്റ് മാത്രമാണ് നിങ്ങൾക്ക് ഇന്ന് ആവശ്യമുള്ള ലൈഫിൽ. ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പേറി നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ നമ്മൾ പണ്ടേ പഴമക്കാർ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള പെടാപ്പാടിലാണ്. ഈ രണ്ടറ്റം ഇന്നേവരാർക്കും കൂട്ടിമുട്ടിയിട്ടില്ല. അത് ആദ്യം മനസ്സിലാക്കുക. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ഈ പെടാപ്പാടിനകത്ത് ഒരറ്റത്ത് ഞങ്ങൾ നിങ്ങളെ ബലമായി പിടിച്ച് നിങ്ങളെ മുട്ടിക്കാനുള്ള പരിപാടിയാണ് ഇപ്പൊ നിങ്ങളോട് പറയാൻ പോകുന്നത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഒരുപാട് ആളുകൾ തന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങൾക്കിതാ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് തരാൻ പോവുകയാണ്. സോ എല്ലാവരും ഈ ഒരു പ്രോഗ്രാമിൽ ആത്മാർത്ഥതയോട് കൂടിയിട്ട് നിങ്ങളുടെ സമയം നിങ്ങൾ ഇവിടെ വെറുതെ കളയാതെ ഏറ്റവും എഫക്റ്റീവായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഈ സമയം നിങ്ങൾ കൊടുക്കുക. സോ ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. വിവാഹ ഓറിയന്റേഷൻ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും കൃത്യമായി ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്, അഹോരാത്രം പണിയെടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അധ്വാനിച്ച പണം എവിടെ പോയി? 20 വയസ്സ് മുതൽ പണിയെടുക്കാൻ തുടങ്ങിയ ആളുകൾ ഉണ്ടായിരിക്കാം. 18 വയസ്സും 16 വയസ്സും മുതൽ പണിയെടുക്കാൻ, അധ്വാനിക്കാൻ, തൊഴിലെടുക്കാൻ നടക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ അധ്വാനിച്ച പണം എവിടെ പോയി? അത് ഇതുവരെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് ഞാൻ ഇന്ത്യൻ എക്കോണമിക് സർവേ അത് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇവിടെ തരാൻ പോവുകയാണ്. നമ്മുടെ മന്ത്ലി എക്സ്പെൻസ് എന്ന് പറയുന്നത് 1960 കാലഘട്ടങ്ങളിലൊക്കെ നമുക്കൊരു കുടുംബം എന്ന് പറഞ്ഞാൽ കൂട്ടുകുടുംബത്തിന് ജീവിക്കാൻ വെറും 100 രൂപയൊക്കെ മതിയായിരുന്നു. അതൊരു 20 വർഷം കഴിഞ്ഞ് 1980 വർഷമായപ്പോൾ അത് കൂട്ടുകുടുംബത്തിന് 1000 രൂപ മാസമുണ്ടെങ്കിൽ ജീവിച്ചു പോകാൻ പറ്റൂ എന്ന അവസ്ഥയിലേക്ക് വന്നു. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ നാട്ടിലുണ്ടാകുന്ന അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം, മറ്റു കാര്യങ്ങൾ നമ്മളെ അതിലേക്ക് കൊണ്ടെത്തിച്ചു. അങ്ങനെ ഓരോ 20 വർഷവും ഇന്ത്യൻ എക്കോണമി കണക്ക് പുറത്തുവിട്ടത് പ്രകാരം 1980 കഴിഞ്ഞ് 20 വർഷം കഴിഞ്ഞു, 2000 എത്തിയപ്പോൾ അത് 10,000 രൂപയിലേക്ക് എത്തി, 2020 ആയപ്പോൾ അത് 1,00,000 രൂപയിലേക്ക് എത്തി. നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നത്? 2026 നമ്മൾ നിൽക്കുന്നതെങ്കിൽ ഒരു കൂട്ടുകുടുംബത്തിനല്ല, ഒരു അണുകുടുംബത്തിന് ജീവിക്കാൻ ഇന്ന് 1,00,000 രൂപ വേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നില്ല ആയിട്ടുണ്ട്. ഇന്നത്തെ ഗോൾഡിന്റെ റേറ്റ് എത്രയാണെന്ന് നിങ്ങൾ കണക്കൂട്ടുക. ഇന്നത്തെ വെളിച്ചെണ്ണന്റെ വില എത്രയാണെന്ന് കണക്കൂട്ടുക. പെട്രോൾ, ഡീസൽ, ഇതുമായി ബന്ധപ്പെട്ട എല്ലാത്തിന്റെയും വില ഒന്ന് നമ്മൾ അന്വേഷിച്ച് നോക്കുക. ചില ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പെട്രോളിനും ഡീസലിനും വില കൂടി എന്താ എനിക്ക് പ്രശ്നം, എൻ്റെ അടുത്ത് വണ്ടി ഇല്ലല്ലോ എന്നുള്ളത്. എന്താ അവരൊക്കെ ചെയ്യുക? നമ്മൾ ഈ പറയുന്ന എല്ലാ അവശ്യ സാധനങ്ങളും ഡീസലും പെട്രോളും അടിച്ചിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ട്രെയിനും ഫ്ലൈറ്റും അത് മറ്റേ ട്രാൻസ്പോർട്ടേഷനിലൂടെ കൊണ്ടുവരുന്നത്. അതൊക്കെ നമ്മളെ ബാധിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് വലിയ ചെലവുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഹോസ്പിറ്റലുകൾ നിങ്ങൾ എടുത്തു നോക്കുക. ഓരോ ഡോക്ടേഴ്സിന്റെയും കൺസൾട്ടിംഗ് ഫീസ് കൂടിക്കൊണ്ടിരിക്കുന്നു, മെഡിസിന്റെ വില കൂടിക്കൊണ്ടിരിക്കുന്നു, ആ ഹോസ്പിറ്റൽ എക്സ്പെൻസ് കൂടിക്കൊണ്ടിരിക്കുന്നു, മക്കളുടെ വിദ്യാഭ്യാസ എക്സ്പെൻസ് കൂടിക്കൊണ്ടിരിക്കുന്നു. 1,00,000 മുകളിലേക്കാണ് ഓരോരുത്തരുടെയും മാസ എക്സ്പെൻസുകൾ വരുന്നത്. അങ്ങനെയെങ്കിൽ 2040 ആകുമ്പോൾ 20 വർഷം ഇനിയും കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കുക. മിനിമം എത്ര രൂപ നിങ്ങൾ കാണുന്നുണ്ട്? ഇതേ കണക്ക് പോവുകയാണെങ്കിൽ, ഇതേപോലെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു കൂട്ടുകുടുംബത്തിനല്ല, ഒരു അണുകുടുംബത്തിന് ജീവിക്കാൻ മിനിമം 10 ലക്ഷം രൂപ ഈ വർഷത്തിൽ വേണ്ടി വരും. 2040 ആകുമ്പോഴേക്കും ചിലപ്പോൾ നമ്മളൊന്നും ഇല്ലാതെ ആയിരിക്കാം, പക്ഷെ നമ്മുടെ മക്കൾ, നമ്മുടെ കുട്ടികൾ ഈ നാട്ടിൽ ജീവിക്കേണ്ടതാണ്. അവർക്ക് വേണ്ടി നമ്മൾ എന്ത് കരുതി വെച്ചിട്ടുണ്ട്? തൊഴിലെടുത്ത് നമ്മളെ ആരോഗ്യം ക്ഷയിക്കുമ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ട് എന്താ നമ്മൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുള്ളത്? ഒന്നുമില്ല. ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അവസരമുണ്ട്. അതിന്റെ പേരാണ് ഓൺട്രപ്രണർഷിപ്പ് അഥവാ സംരംഭകത്വം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ബെസ്റ്റ് കരിയർ ആയിട്ട് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഇറ്റ്സ് എ മോസ്റ്റ് റിവാർഡിങ്. നല്ല പൈസ കിട്ടും, നല്ല സന്തോഷം കിട്ടും, നല്ല ഹാപ്പിനെസ് കിട്ടും, ഭയങ്കര ലൈഫ് സ്റ്റൈൽ മാറ്റാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഓൺട്രപ്രണർഷിപ്പ്. നമ്മുടെ നാട്ടിലെ തൊഴിലെടുക്കുന്ന എത്ര പേര് സൗകര്യങ്ങളോടെ ജീവിക്കുന്നുണ്ട് നമ്മളെ വിലയിരുത്തിയാൽ മതി.
ബിയോണ്ട് യുവർ ബോസ്. നമ്മൾ തന്നെയാണ് നമ്മുടെ മുതലാളി. നമുക്ക് മുകളിൽ നമ്മളെ ഭരിക്കാൻ, നമ്മളെ നിയന്ത്രിക്കാൻ ആരുമില്ല. നമ്മൾ തന്നെയാണ് നമ്മുടെ മുതലാളി ആയിട്ടിരിക്കുന്നത്. സെലിബ്രിറ്റി ലൈഫ് സ്റ്റൈൽ കിട്ടും അല്ലെ, ഭയങ്കര രസകരമായിട്ടുള്ള, ഭയങ്കര എന്താ സന്തോഷം നൽകുന്ന ഒരു സെലിബ്രിറ്റി ലൈഫ് സ്റ്റൈൽ നമുക്ക് ഓൺടർപ്രണർഷിപ്പിൽ കിട്ടും. അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഇത്, വർക്ക് ഇൻ ഫ്ലെക്സിബിൾ ഷെഡ്യൂൾ. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സമയത്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റണം. ഒരാൾ പറയുന്ന സമയത്തല്ല നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. നമുക്ക് ആരോഗ്യപരമായും മാനസികപരമായും ഫിസിക്കലി മെന്റലി നമ്മൾ എപ്പോഴാണ് ഓക്കെ ആവുന്നത് ആ സമയത്ത് വർക്ക് എടുക്കാൻ പറ്റുന്നത് ലോകത്ത് ഓൺടർപ്രണർഷിപ്പ് മാത്രമേ ഉള്ളൂ. സോ ഇത്രയും കാര്യങ്ങളാണ് ഓൺടർപ്രണർഷിപ്പ് ചൂസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ. പക്ഷെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവും ഒരു ഓൺടർപ്രണർ ആയിട്ട് നമ്മൾ മാറണമെന്ന്. പക്ഷെ എന്താണ് ഒരു ഓൺടർപ്രണർഷിപ്പിന് ആവശ്യമുള്ളത് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കും പണം തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ റിസോഴ്സ്, ക്യാപിറ്റൽ തന്നെയാണ് ഈ ഓൺടർപ്രണർഷിപ്പിന്റെ ഏറ്റവും വലിയ റിസോഴ്സ്. അല്ല, ഒരിക്കലും അല്ല. നമുക്ക് വേണ്ട ഓൺടർപ്രണർഷിപ്പിന് റിസോഴ്സ് ആയിട്ട് പണം നമുക്ക് ആവശ്യമില്ല. നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ, ഒരുപാട് വലിയ വൻകിട കമ്പനികൾ സ്വന്തമായി കാശുണ്ടായിട്ടാണ് തുടങ്ങിയത്. അല്ല, ഇവിടെ വേണ്ടത് ക്യാപിറ്റൽ അല്ല, ഒരു ഐഡിയ ആണ് നമുക്ക് വേണ്ടത്. ഐഡിയ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ക്യാപിറ്റൽ നമുക്ക് വലിയ ഇക്വിറ്റി വെഞ്ചേഴ്സിന്റെ അടുത്തും ക്യാപിറ്റൽ വെഞ്ചേഴ്സിന്റെ അടുത്തൊക്കെ നമുക്ക് ലോൺ എടുക്കാം, കടമായിട്ട് വാങ്ങാം, ഷെയർസിനെ കൂട്ടാം ബിസിനസ് ആരംഭിച്ചാൽ. പക്ഷേ ഐഡിയ എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 21ാം നൂറ്റാണ്ടിന്റെ എല്ലാ ബിസിനസ്സുകളും ഐഡിയ റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേണ്ടി, ഇപ്പൊ നിലവിൽ നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും നമ്പർ 1 5 കോടീശ്വരന്മാരുടെ പട്ടിക എടുത്തു നോക്കൂ. ഇവരെല്ലാവരും ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് കോടീശ്വരന്മാരായ ആളുകളാണ്. സൊമാറ്റോ കേട്ടിട്ടില്ലേ നിങ്ങൾ? ദിബേന്ദ്ര ഗോയൽ വെറും 2 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയ സാമ്രാജ്യത്തിന്റെ ഇന്നത്തെ ആസ്തി 18,000 കോടിക്ക് മുകളിലാണ്. ഐഡിയ മാത്രം ഉപയോഗിച്ചതാണ്. സ്വന്തമായിട്ട് റെസ്റ്റോറന്റ് ഇല്ല, സ്വന്തമായിട്ട് ഡെലിവറി ബോയ്സ് ഇല്ല, സ്വന്തമായിട്ട് ഓഫീസ് പോലും ഇല്ലാത്ത ദിബേന്ദ്ര ഗോയൽ ഇന്ന് സൊമാറ്റോ എന്ന് പറയുന്ന ഇന്റർനാഷണൽ ലെവലിലേക്ക് ബ്രാൻഡ് ചെയ്യപ്പെടാൻ പോകുന്ന ഒരു വലിയ കമ്പനിയായി ഫേം ആയിട്ട് മാറി. രണ്ടാമത്തേത് ഓയോ. അങ്ങനെ ഒരുപാട് കമ്പനികൾ, സൊമാറ്റോ പോലെ ഫ്ലിപ്കാർട്ട് പോലുള്ള ഒരുപാട് കമ്പനികൾ നമ്മുടെ നാട്ടിൽ ഐഡിയ റിലേറ്റഡ് ആയിട്ട് വന്ന് ഇന്ന് കോടിക്കണക്കിന് രൂപ ടേൺ ഓവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധു, നിങ്ങളുടെ സുഹൃത്ത് ഒരു ഐഡിയ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുള്ളത്. നമ്മൾ ചെയ്ത പല ബിസിനസ്സുകളും ഫ്ലോപ്പായി, കോടിക്കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് രൂപ നാശമുണ്ടായിട്ടുണ്ട്, ഒരുപാട് ആളുകൾക്ക് നഷ്ടമുണ്ടായിട്ടുണ്ട് ഒരാളുകൾക്ക്. പക്ഷെ ഇവിടെ ഈ ഒരു സ്ട്രാറ്റജി, ഈ ഒരു സിനറി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു ബിസിനസ്സുകാരനായിട്ട് മാറാൻ പറ്റും, ഒരു ഓൺടർപ്രണർ ആയിട്ട് മാറാൻ പറ്റും. എന്താണത് നമുക്ക് നോക്കാം. 1 കൂട്ടണം 1 3. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, മാത്തമാറ്റിക്സ് പഠിക്കുന്ന കാലം മുതലേ നമുക്കറിയാം. പക്ഷെ ഇവിടെ ഒരു സിനർജി ഉണ്ട്. 1 + 1 + 1 = 111. 111ന്റെ എഫക്റ്റ് കിട്ടുന്ന, 111ന്റെ ഒരു ബെനിഫിറ്റ് കിട്ടുന്ന ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. ഈ ഐഡിയകൾ വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കണം കേട്ടോ. അതിൽ ആദ്യത്തെ 1 എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഹെൽത്ത് ആൻഡ് വെൽനസ് ആണെന്ന്. ആഫ്റ്റർ കൊറോണയ്ക്ക് ശേഷം ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ നിലവിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ടുന്നത് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളാണ്. സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ അവിടെ നിൽക്കട്ടെ, ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അഭിമുഖീകരിക്കുന്നത്. ഇതാണ് ഇന്ന് നമ്മുടെ ആയുഷ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു മിനിസ്റ്ററാണ് ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന യോഗ പോലുള്ള ആയുർയോഗ എന്ന് പറയുന്ന ഒരു സിസ്റ്റം തന്നെ നമ്മുടെ നാട്ടിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ആവശ്യകത ഉണ്ട്. കാരണം ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറയുന്നതോടുകൂടി നമ്മുടെ നാട്ടിൽ ആളുകളുടെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഫ്റ്റർ കൊറോണയ്ക്ക് ശേഷം ആളുകൾ ഹാർട്ട് അറ്റാക്കായി മരിക്കുന്നതിന്റെ എണ്ണം കൂടുന്നു, രോഗം കൂടുന്നു, രോഗികളുടെ എണ്ണം കൂടുന്നു. സോ ഇനി വളരാൻ പോകുന്ന, ഹൈ ഡെക്കൻസിയിൽ വളരാൻ പോകുന്ന ഒരു മേഖലയാണ് ഹെൽത്ത് ആൻഡ് വെൽനസ്. ഒരൊറ്റ ചോദ്യം നിങ്ങളോട് ചോദിച്ചാൽ മതി, നിങ്ങൾക്ക് ഹെൽത്ത് ആൻഡ് വെൽനസിന്റെ സാധ്യത മനസ്സിലാവും. നിങ്ങൾക്ക് രോഗം വരാനാണോ താല്പര്യം, രോഗം വരാതിരിക്കാനാണോ താല്പര്യം? ഇവിടെ ഉത്തരം വരാതിരിക്കാനാണെന്നെങ്കിൽ അത് തന്നെയാണ് വെൽനസിന്റെ സാധ്യത. ഇനി വരുന്ന 65 വർഷക്കാലത്തോളം ഹൈ ഡെക്കൻസിയിൽ വളരാൻ പോകുന്ന ഒരു മേഖലയാണ് വെൽനസ്. ഹെൽത്ത് മേഖല നമുക്ക് എല്ലാവർക്കും അറിയാം. ഫാർമാസ്യൂട്ടിക്കൽ കമ്പനികൾ, ഡോക്ടേഴ്സ്, ഇത് പറയുന്ന ഡോക്ടർമാര്, ഹോസ്പിറ്റലുകൾ, ഇതൊക്കെ നമുക്കറിയുന്ന ഹെൽത്ത് മേഖലയാണ്. വെൽനസ് മേഖല എന്ന് പറയുന്നത് പ്രിവെൻഷൻ മേഖലയാണ്. രോഗം വന്ന് ചികിത്സിക്കുന്നതല്ല, രോഗം വരാതിരിക്കാനും വരാതെ നോക്കാനുമുള്ള ഒരു മേഖലയാണ്. ഇനി ഏറ്റവും കൂടുതൽ ആളുകൾ ഇതിനെക്കുറിച്ചാണ് പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും. ഇനി രണ്ടാമത്തെ ഒരു മേഖലയുണ്ട്, അതിന്റെ പേരാണ് ഡയറക്റ്റ് സെല്ലിംഗ്. പൂർവ്വകാലം മുതലേ ഈ ബാർട്ടർ സിസ്റ്റം, നാണയം, ലോക്കൽ മാർക്കറ്റ്, ട്രഡീഷണൽ മാർക്കറ്റ്, ഓൺലൈൻ മാർക്കറ്റ്, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, വൻകിട കമ്പനികൾ പോലും ഇത് ചെയ്യുന്നുണ്ട്. പാൽമൊലീവ്, കൊക്കക്കോള, ഗില്ലറ്റ്, ഇങ്ങനെ ഒരുപാട് വൻകിട കമ്പനികൾ പോലും ഇപ്പൊ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ മിൽമ പോലും ഈ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ കാരണത്തിലേ ഉള്ളൂ, ഇടനിലക്കാരനെയും പരസ്യക്കാരനെയും ഉപേക്ഷിച്ചുകൊണ്ട് നേരിട്ട് ജനങ്ങളിലേക്ക് പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കുന്ന മാർക്കറ്റിംഗ് രീതി
ഇനി അതിലാണ് എല്ലാ കമ്പനികളും ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. മൈക്രോസോഫ്റ്റിന് പോലും ഡയറക്ട് സെല്ലിംഗ് ഔട്ട്ലെറ്റ്സുകളും ഡയറക്ട് സെല്ലിംഗ് മേഖല ഉണ്ട് എന്ന് പറയുന്നത്. ഇതാണ് ഡൊണാൾഡ് ട്രംപ്, നമുക്ക് എല്ലാവർക്കും അറിയാം അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണ് ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹത്തിന് ഒരു ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിന് ട്രംപ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു കമ്പനി പോലും അമേരിക്കയിലുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു കാര്യമാണ്, നമുക്ക് ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഏറ്റവും സുപ്രധാനപ്പെട്ട കാര്യമാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമാണ്. ലോകാവസാനത്തിന്റെ ആ അവസാന ദിവസം വരെ ഈ സംഗതി ലോകത്തുണ്ടായിരിക്കും. കാരണം ഇന്ന് കുട്ടികളുടെ പഠനം പോലും ഈ പറയുന്ന ഇന്റർനെറ്റിലേക്ക് ആയി മാറി. ഇനി റേഷൻ കടയിൽ പോയി തമ്പിം ബ്രഷ് കൊടുത്താലേ നമുക്ക് അരിയും മണ്ണെണ്ണയും കിട്ടുന്ന അവസ്ഥയിലേക്ക് മാറി. ഗൂഗിൾ പേയും ഫോൺ പേയും പോലുള്ള എല്ലാ മാറ്റങ്ങളിലേക്കും വന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്റർനെറ്റിലൂടെ കടന്നിട്ടുണ്ടെങ്കിൽ ബിൽ ഗേറ്റ്സ് പറയുന്നു, ഇനിയും നിങ്ങളുടെ ബിസിനസ് ഇന്റർനെറ്റിൽ ഇല്ലെങ്കിൽ യു ആർ ഔട്ട് ഓഫ് ദി ബിസിനസ്. ബിസിനസിന്റെ പുറത്താണ്. അങ്ങനെ ഈ മൂന്നിൽ എവിടെയും നമ്മൾ പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ നമുക്കൊരു വരുമാന സ്രോതസ്സല്ല, ഒരു ക്വാളിറ്റി ലൈഫും നമുക്കൊരു വലിയ രീതിയിലുള്ള വളർച്ചയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇത് മൂന്നും കൂടി ഒരുമിച്ച് കിട്ടുകയാണെങ്കിലോ, ഇന്റർനെറ്റിന്റെ സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന മാർക്കറ്റിംഗ് സാധ്യത ഉപയോഗിച്ചുകൊണ്ട് ഹെൽത്ത് ആൻഡ് വെൽനസിന്റെ പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാൻ കിട്ടിയ ഇന്ത്യയിലെ ദ ബെസ്റ്റ് കമ്പനിയാണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. 2014 ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടാണ് ഈ കമ്പനി പ്രവർത്തനം ആരംഭിക്കുന്നത്. ഈ കാണുന്ന ഓൺ ബിൽഡിംഗ് നമ്മുടെ സ്വന്തം ബിൽഡിംഗ് ആണ്. ഇത് റെന്റഡ് ബിൽഡിംഗ് ഒന്നല്ല, കമ്പനിയുടെ ഓൺ പ്രോപ്പർട്ടി. മൊത്തമായിട്ടും ഓഫീസും കാര്യങ്ങളും ഇതിനകത്താണ് ഇരിക്കുന്നത്. അതിന്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ ചേർത്തിട്ടുണ്ട്. ഇതിൽ നോക്കുകയാണെങ്കിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്സ് നോക്കുകയാണെങ്കിൽ ഇന്ന് ലോകോത്തര നിലവാരമുള്ള ബയോ ആക്റ്റീവ് ജപ്പാൻ കോർപ്പറേഷൻ എന്ന് പറയുന്ന ടോക്കിയോ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനിയാണ് നമുക്ക് പ്രോഡക്റ്റുകൾ ഫോർമുലേറ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ മാത്രമാണ് നമ്മൾ വിൽക്കുന്നത്. ലോക്കൽ പ്രൊഡക്റ്റുകൾ നമ്മുടെ കയ്യിൽ ഇല്ല. കാരണം ജാപ്പനീസ് ക്വാളിറ്റി, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഫുഡ് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ഏക രാജ്യം അത് ജപ്പാനാണ്. ജപ്പാന്റെ ബയോ ആക്റ്റീവ് ആണ് നമുക്ക് ഈ പ്രൊഡക്റ്റുകൾ ഫോർമുലേറ്റ് ചെയ്ത് തരുന്നത്. ഇനി നമ്മുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് കർണാടകയിൽ ഇന്ത്യയിൽ മാത്രം 5,50,000 യൂണിറ്റ് പ്രോസസിംഗ് കപ്പാസിറ്റി ഉള്ള ഓൺ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉള്ള കമ്പനിയാണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. ബാംഗ്ലൂർ നെലമംഗലത്താണ് നമ്മുടെ ഫാക്ടറി നിലകൊള്ളുന്നത്. ഇനി നമുക്ക് സർട്ടിഫിക്കേഷൻ ഇന്റഗ്രേഷൻ നോക്കുകയാണെങ്കിൽ ഇന്ന് ലോകോത്തര നിലവാരമുള്ള കോഴ്സ് സർട്ടിഫിക്കറ്റ് മുതൽ GMP CAA പോലുള്ള ഒരുപാട് സർട്ടിഫിക്കറ്റും, അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് സാപ്പ് ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരൊറ്റ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന കമ്പനിയുള്ളൂ ഇൻഡസ് വിവ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന നമ്മുടെ കമ്പനിയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അവാർഡ് ആൻഡ് റെക്കഗ്നേഷൻ നോക്കുകയാണെങ്കിൽ ഇന്ന് ഒരുപാട് കോർപ്പറേറ്റ് കമ്പനികൾ എങ്ങനെ ടാക്സും GSTയും വെട്ടിക്കാൻ നോക്കുന്ന സമയത്ത് ഇന്ത്യയിൽ 2014 മുതൽ ഇങ്ങനെ 2025 വരെ ഏറ്റവും കൂടുതൽ ഗവൺമെന്റിലേക്ക് GST പെയ്ഡ് ചെയ്തുകൊണ്ട് തന്നെ അപ്രിസിയേഷൻ ബൈ GST ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നമുക്കൊരു സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലും ലോകത്തും ഒരുപാട് കസ്റ്റമർ ഈ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. 43ഓളം രാജ്യങ്ങളിൽ നമ്മുടെ പ്രസൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ 2022 ഒരുപാട് കമ്പനികളുടെ ഇടയിൽ നിന്നും ഏറ്റവും കൂടുതൽ കസ്റ്റമർ ഉപയോഗിച്ച് സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത ഏക കമ്പനി ഇൻഡസ് വിവ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ദ ബെസ്റ്റ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ കമ്പനി ആയിട്ട് പോലും ഈ കമ്പനിയെ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കാം, ഞാൻ പറഞ്ഞു ഇന്റർനാഷണൽ ലെവലിലേക്ക് ഈ പ്രൊഡക്റ്റുകൾ പോകുന്നുണ്ട്. നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരൊറ്റ തെളിവ് ഇതിന് ആവശ്യമുള്ളൂ. സ്റ്റേറ്റ് എക്സ്പോർട്ടിംഗ് എക്സലന്റ് അവാർഡ്, അഥവാ കർണാടകയിൽ നിന്നും ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യപ്പെട്ട കമ്പനിയാണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. അത് കർണാടക ചീഫ് മിനിസ്റ്ററുടെ കയ്യിൽ നിന്നും നമ്മുടെ ചെയർമാനും അദ്ദേഹത്തിന്റെ പ്രിയ പത്നിയുമാണ് ജൂലി അൻസാർ സാർ, ഇവരാണ് ഈ മൊമെന്റ് ഏറ്റുവാങ്ങുന്നത്. ആലോചിച്ച് നോക്കുക, ഒരു കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായിട്ട് അക്രോസ് ടു വേൾഡിലേക്ക് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യപ്പെട്ട കമ്പനിയാണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. എന്താണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത്? ദാറ്റ്സ് അവർ യുണീക്ക് ആൻഡ് പാറ്റന്റ് പ്രോഡക്റ്റ്. ഇന്ന് ഇന്ത്യയിൽ ആരുടെ മുന്നിലും വെല്ലുവിളിക്കാൻ പകരം വെക്കാനില്ലാത്ത 5 പ്രൊഡക്റ്റുകൾ വിൽക്കുന്ന ഏക കമ്പനി ഇൻഡസ് വിവ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. അതിന്റെ മുദ്രാവാക്യം പോലും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. രോഗം വന്ന് ചികിത്സിക്കുന്നതാണ് നല്ലത്, രോഗം വരാതിരിക്കാൻ വേണ്ടി നോക്കുക. ഇനി അതിന്റെ കാലഘട്ടമാണ് ഇന്ത്യയിൽ. അതിനുവേണ്ടി കോടികളും ലക്ഷങ്ങളും ചെലവാക്കാൻ ആളുകൾ തയ്യാറായി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഒരു രോഗിയായി മാറിയിട്ടല്ല നിങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ രോഗി ആവാതിരിക്കാൻ വേണ്ടി ഇപ്പോഴേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നാളെ നിങ്ങളുടെ പണം മറ്റൊരു ഹോസ്പിറ്റലിൽ കിടന്ന് ചെലവാക്കേണ്ട ആവശ്യകത ഉണ്ടാകില്ല. നിങ്ങൾക്ക് അത് മനസ്സിലാവണമെങ്കിൽ ഇന്ത്യയിൽ കേരളത്തിലുള്ള എല്ലാ പ്രമുഖ ഹോസ്പിറ്റലുകളിലും നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ക്യാൻസർ സെന്റർ ഉണ്ട്, അവിടെ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. തൊട്ടടുത്ത് MVR ഉണ്ട്, അവിടെ പോയിട്ട് നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ ആണോ അല്ലേ എന്നുള്ളത്. സോ എന്താണ് നമ്മുടെ പ്രൊഡക്റ്റിൽ ആദ്യത്തെ പ്രൊഡക്റ്റ്? ഇത് യുണീക്ക് ആൻഡ് പാറ്റന്റ് ആൻഡ് മൊണോപ്പൊളി പ്രോഡക്റ്റ് ഇസ് ഐ പൾസ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. 2014 കമ്പനി ആരംഭിച്ചത് ഈ ഒരൊറ്റ പ്രോഡക്റ്റ് വെച്ചുകൊണ്ടാണ്.
കമ്പനി ആരംഭിച്ചത് ഒരു പ്രൊഡക്റ്റ് വെച്ചുകൊണ്ട് 2014 ഐപൾസ് കൊണ്ട് പ്രൊഡക്റ്റ് കൊണ്ട് കമ്പനി ആരംഭിച്ചു. 2016 ഇന്ത്യയിലെ ബെസ്റ്റ് വെൽനസ് കമ്പനിയായി നമ്മുടെ കമ്പനി അറിയപ്പെട്ടു. നമ്മുടെ ഉപരാഷ്ട്രപതിയുടെ കയ്യിൽ നിന്നും നമ്മൾ ഈ ഒരൊറ്റ പ്രൊഡക്റ്റ് വെച്ചുകൊണ്ട് ബെസ്റ്റ് വെൽനസ് കമ്പനിയായി നമ്മൾ റെക്കഗ്നേഷൻ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എന്താണെന്ന് നമുക്ക് നോക്കുക. ഈ പ്രൊഡക്റ്റ് ഇത്രേ ചെയ്യുന്നുള്ളൂ. ശരീരത്തിന് ആവശ്യമുള്ള ശരീരത്തിലേക്ക് കൊടുക്കുക, ആവശ്യമില്ലാത്തതിനെ പുറന്തള്ളാൻ സഹായിച്ചാൽ ഒരു മനുഷ്യൻ രോഗിയല്ലാതിരിക്കാൻ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ആപ്റ്റ് ആവുന്ന പ്രൊഡക്റ്റാണ്. ഇതിനകത്ത് അസൈബറി എന്ന് പറയുന്ന ഒരു പഴമുണ്ട്. നിങ്ങൾ ഗൂഗിൾ ചെയ്തൊക്കെ കാണാൻ പറ്റും. എല്ലാം ഇപ്പം നമ്മുടെ കൈവെള്ളയിൽ കിട്ടുന്ന സാധനങ്ങളല്ലേ. ഇന്ന് അസൈബറി എന്ന് പറയുന്ന പഴവും 14ഓളം ഫ്രൂട്ട്സുകളുടെ ഒരു സിനർജറ്റിക് കോമ്പിനേഷനിലുള്ള ഏക പ്രൊഡക്റ്റ് ആണ് ഐപ്പൾസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. അതിൽ അസൈബറി, ബൾബറി, ബ്ലാക്ക്ബെറി, ബ്ലൂബെറി, സ്ട്രോബെറി പോലുള്ള 5 ബെറി ഫ്രൂട്ട്സുകളും 10 സീസണൽ ഫ്രൂട്ട്സുകളും ആഡ് ചെയ്ത്, അത് മിക്സിയിലിട്ട് അരച്ചതല്ല കേട്ടോ, അതിനകത്ത് അതിന്റെ മോളിക്യൂൾസിനെ മാത്രം വേർതിരിച്ചെടുത്ത് ബോട്ടിലൈസ് ചെയ്ത പ്രൊഡക്റ്റ് ആണ് 1 ലിറ്റർ ആയിട്ടുള്ള ഐപ്പൾസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഈ അസൈബറി എന്ന് പറയുന്ന പഴത്തിന് ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. അത് നമ്പർ 1 ആന്റി ഓക്സിഡന്റ് ആണ്, അതുപോലെ ഇമ്മ്യൂൺ സപ്പോർട്ടർ ആണ്, കാർഡിയാക് സപ്പോർട്ടർ ആണ്. ഈ അസൈബറി ഉപയോഗിച്ച് ആദ്യമായിട്ട് ലോകത്തൊരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിച്ചത് എസ്റ്റൻ എന്ന് പറയുന്ന ഒരു സ്പേസ് ഡ്രിങ്ക് ആണ്. അത് നാസ ഡെവലപ്പ് ചെയ്താണ്. അവരുടെ ആസ്ട്രോണേഴ്സിന് സ്കിൻ ക്യാൻസറും ഏജിങ്ങും സംഭവിക്കുന്ന സമയത്ത് അവർ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നാസ ഡെവലപ്പ് ചെയ്തൊരു പ്രൊഡക്റ്റാണ്. രണ്ടാമത് ഇന്ത്യയിൽ ഐപ്പൾസ് ആണ് അസൈബറിയുമായി ബന്ധപ്പെട്ട ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുള്ളെങ്കിൽ 3.5 കിലോ ഫ്രൂട്ട്സ് കഴിച്ച ബെനിഫിറ്റ് 60 മില്ലി ഐപ്പൾസ് കുടിച്ചാൽ കിട്ടുന്നത്. അത്രയും ക്ലിനിക്കലി ആൻഡ് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഐപ്പൾസ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, സമയം എന്നെ അതിന് അനുവദിക്കുന്നില്ല. ഐ മൂവിംഗ് ദ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഈസ് ഐ കോഫി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ട്. ഇന്ന് നമ്മുടെ കമ്പനി പോലും പറയും എന്റെ കമ്പനി അറിയപ്പെടുന്നത് ഈ പ്രൊഡക്റ്റിന്റെ പേരിൽ. ആ രീതിയിൽ ഇന്ന് ലോകത്തങ്ങോളം ഇങ്ങോളം ബ്രാൻഡ് ചെയ്യപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആണ് ഐ കോഫി എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഡയബറ്റീസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും വരാൻ ചാൻസ് ഉള്ളവർക്കും ഏഷ്യയിൽ കഴിക്കാൻ പറ്റിയ ഏക പ്രൊഡക്റ്റ് അത് ഐ കോഫി മാത്രമാണ്. കോഫി എന്ന് പറയുന്നതിന്റെ പേര് മാത്രമാണ്, ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഈ സാധനമാണ്. ഏകനായകം എന്ന് പറയുന്ന ആയുർവേദ ഹെർബാണ് അതിനകത്ത് മെയിൻലി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അഥവാ ചരക സംഹിതയിൽ ചരക മഹർഷി ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞിട്ടുണ്ട്, മധുമേഹ, പ്രമേഹം, ഡയബറ്റീസ് എന്ന് പറയുന്ന ഈ അവസ്ഥയ്ക്ക് നിങ്ങൾ ഏകനായകം വെള്ളത്തിലിട്ട് പാനം ചെയ്താൽ മതി. പക്ഷെ നമ്മുടെ നാട്ടിൽ പ്യൂർ ആയിട്ടുള്ള ഏകനായകം കിട്ടാനില്ല. ഈ വിഷച്ചെടികളൊക്കെ വളരുന്നതുകൊണ്ട് തന്നെ അതെടുത്ത് പ്യൂരിഫൈ ചെയ്ത് നമ്മൾ ഉപയോഗിക്കാനുള്ള സെറ്റപ്പ് നമ്മുടെ നാട്ടിലില്ല. പക്ഷെ നമ്മുടെ കമ്പനി എന്ത് ചെയ്യുന്നു, ഈ ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലത്ത് ഈ പറയുന്ന ഏകനായകം കൃഷി ചെയ്തെടുത്ത് അത് പ്യൂരിഫൈ ചെയ്ത് നമ്മൾ ഇന്ത്യയിൽ പ്രൊവിഷണൽ പാറ്റന്റ് എടുത്തുള്ള പ്രൊഡക്റ്റ് ആണ് ഈ പറയുന്ന സാലസിറ്റാൾ എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ചുകൊണ്ടും നമ്പർ 1 കോഫി ബീൻസും അതുപോലെ നായ്ക്കൊരന പരിപ്പും ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ റെവല്യൂഷൻ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് ആണ് ഐ കോഫി എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. 2 വേരിയന്റിൽ അവൈലബിൾ ആണ്. ബ്ലാക്ക് ഉണ്ട്, ക്രീമർ ഉണ്ട്. കട്ടൻ കാപ്പി കുടിക്കുന്നവർക്ക് അങ്ങനെ ആവാം, ക്രീമർ കോഫി ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ ആവാം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്കൊരു മരുന്ന് കുടിക്കുന്ന ലാഘവമില്ല. ഇപ്പൊ നമ്മളൊരു ഡയബറ്റിക് പേഷ്യന്റ് രാവിലെയും വൈകുന്നേരം ഉച്ചയ്ക്കും ഒക്കെ ഇങ്ങനെ മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ രാവിലെയും വൈകുന്നേരം നമ്മുടെ റെഗുലർ കോഫീനെ ഒന്ന് റീപ്ലേസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ഒരു രോഗിയാണെന്നുള്ള മനോഭാവം ഇല്ലാതെ നമുക്ക് നമ്മുടെ ഡയബറ്റീസിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഏക പ്രൊഡക്റ്റ് ആണ് ഐ കോഫി എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. രാവിലെ ഒരു കോഫി, രാത്രി ഒരു കോഫി ഭക്ഷണം കഴിക്കുന്നതിന് അരമണിക്കൂർ മുന്നേ കുടിച്ചാൽ ശരീരത്തിലേക്ക് വരുന്ന കാർബോഹൈഡ്രേറ്റിനെ പിടിച്ചു നിർത്തി ആൽഫ ഗ്ലൂക്കോസൈഡ് ആക്കി മാറ്റി ശരീരത്തിനകത്ത് ഗ്ലൂക്കോസിന്റെ അമിത പ്രഹരം ഇല്ലാതെ നമ്മുടെ ശരീരത്തിനകത്ത് ഈ പറയുന്നതിനെ ബാലൻസ് ചെയ്യാൻ പറ്റിയ ഏക പ്രൊഡക്റ്റ് ആണ്. ക്ലിനിക്കലി സയന്റിഫിക്കലി പ്രൂവൺ ആണ് ഐ കോഫി എന്ന് പറയുന്ന പ്രോഡക്റ്റ്. ഐ ആം മൂവിംഗ് ദ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഈസ് ഐസ്ലിം. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പേടിക്കുന്ന, ഭയപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്, ഒബീസിറ്റി, അമിതവണ്ണം, പൊണ്ണത്തടി. ഏത് രോഗവും പാഞ്ഞ് ശരീരത്തിലേക്ക് കയറുന്ന ഒരു അവസ്ഥയാണ്. നിങ്ങൾ കഴിഞ്ഞ കൊറോണയ്ക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചിട്ടുള്ളത് ഒന്ന് ഡയബറ്റീസ് ബാധിച്ച ആളുകളും മറ്റൊന്ന് അമിതവണ്ണം ഉള്ള ആളുകളുമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചിട്ടുള്ളത്. സോ അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ്, ഈ ഡയബറ്റീസിനെ പോലെ തന്നെ പേടിക്കേണ്ട ഒരു അവസ്ഥയാണ് ഈ പറയുന്ന ഒബീസിറ്റി എന്ന് പറയുന്നത്. അമിതവണ്ണത്തെ കുറക്കാൻ ഇന്ന് അമേരിക്കയുടെ FB3 ഫ്യൂഷൻ, ഫാസ്റ്റ് ബേണിംഗ് പ്രോസസിംഗ് 3 എന്ന് പറയുന്ന ഇൻഗ്രീഡിയന്റ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏക വെയിറ്റ് മാനേജ്മെന്റ് പ്രൊഡക്റ്റ് ആണ് ഐസ്ലിം ഫ്ലാറ്റം. ഇത് നമ്മുടെ കുത്തകയാണ് മക്കളെ, വേറെ ഒരാൾക്കും എവിടെ നിന്നും കിട്ടില്ല. പ്രൊവിഷണൽ പാറ്റന്റ് എടുത്ത പ്രൊഡക്റ്റ് ആണ് ഈ പറയുന്ന ഐസ്ലിം ഫ്ലാറ്റമീസ് എന്ന് പറയുന്നത്. ശരീരത്തിനകത്തേക്ക് രാത്രി ഡിന്നർ സ്കിപ്പ് ചെയ്തുകൊണ്ട് സാവകാശം ചവച്ചരച്ച് കഴിച്ച് വയറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ കിടന്ന് ഹീറ്റ് ഫോം ചെയ്ത് ശരീരത്തിന് ആവശ്യമുള്ള കൊഴുപ്പിനെ നിലനിർത്തി ആവശ്യമില്ലാത്തതിനെ പൂർണ്ണമായിട്ടും മലത്തിലൂടെയും വിയർപ്പിലൂടെയും മൂത്രത്തിലൂടെയും പുറത്തേക്ക് തള്ളി ഒരു ക്വാളിറ്റി ഉള്ള ഒരു ഐഡിയൽ വെയിറ്റിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ പ്രൊഡക്റ്റിന്റെ പേര് തന്നെ ഐസ്ലിം ഫ്ലാറ്റമീസ് ആണ്. നമ്മുടെ ടമ്മിയെ ഫ്ലാറ്റ് ആക്കി നിലനിർത്താൻ, വയറിനെ ഫ്ലാറ്റ് ആക്കി നിലനിർത്താൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന പ്രൊഡക്റ്റ് ആണ് ഐസ്ലിം എന്ന് പറയുന്നത്.
ചില ആളുകൾ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തടി കുറയും, ഇങ്ങനെ ചുളിഞ്ഞിങ്ങനെ വരും. പക്ഷേ അത് നിർത്തി കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെ തന്നെ ആവും. ആ പരിപാടി ഐസ്ലിമിനകത്തില്ല. നിങ്ങൾ കഴിച്ചിട്ട് എത്രയാണോ കുറഞ്ഞത് അത് കൂടണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വർഷം എടുക്കും. അത്രയും വർഷം നിങ്ങൾ ഭക്ഷണം ഇൻടേക്ക് എടുത്താൽ മാത്രമാണ് നിങ്ങളെ കാർബോ ശരീരത്തിനകത്ത് കൂടിയിട്ട് വീണ്ടും വെയിറ്റ് കൂടുള്ളൂ. സോ ഐസ്ലിം നിങ്ങൾ റെഗുലർ ആയിട്ട് കഴിച്ച് 2-3 മാസം കൊണ്ട് നിങ്ങൾക്ക് ഒരു ഐഡിയൽ വെയിറ്റിലേക്ക് എത്താൻ സഹായിക്കും. ഐ എം മൂവിംഗ് ദ നെക്സ്റ്റ് ഫോർത്ത് പ്രൊഡക്റ്റ് ഇസ് എ ഐഗ്ലോ. ഇതൊരു യുണീക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഏഷ്യയിൽ ആദ്യമായിട്ട് അകത്തേക്ക് കഴിക്കുന്ന ന്യൂട്രാ കോസ്മെറ്റിക് കാറ്റഗറിയിൽപ്പെട്ട പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത കമ്പനി നമ്മുടെ ഇൻഡസ് വിവയാണ്. ആ പ്രൊഡക്റ്റ് ആണ് ഇന്ന് ഒരുപാട് സെലിബ്രിറ്റികളും ഒരുപാട് വലിയ വലിയ സെലിബ്രിറ്റി ആളുകളും ഈ പ്രൊഡക്റ്റുകൾ തെരഞ്ഞു വന്ന് വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ, അവർ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക് പ്രോഡക്റ്റുകൾ അവർക്ക് തന്നെ ഹാനികരമാണെന്ന് അറിയാം. പക്ഷെ അവരുടെ ലൈഫിൽ അത് അതിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ അവരത് ഉപയോഗിക്കുക എന്നല്ലാതെ വേറെ മാർഗ്ഗമില്ല. സോ നമ്മുടെ പ്രൊഡക്റ്റിനകത്ത് മെയിൻലി ഉപയോഗിച്ചിട്ടുള്ളത് കാശ്മീരിലെ കുങ്കുമമാണ്. സാഫ്രോൺ എന്ന് പറയുന്ന ഈ കാശ്മീരിലെ കുങ്കുമമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. നാച്ചുറൽ കൊളാജനും എൻസൈം ക്യൂട്ടനും കോക്യൂട്ടനും പടം ഒരുപാട് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഈ പറയുന്ന ഐഗ്ലോ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. 4 വേരിയന്റിൽ അവൈലബിൾ ആണ്. നമ്മൾ ഭക്ഷണം കഴിച്ചു 15 മിനിറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, വേഗം സിപ്പ് ചെയ്ത് ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോൺ വെജ് ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ ശരീരത്തിനകത്തുള്ള എല്ലാ കേടുകളെയും ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്തുകൊണ്ടും ലിവറിനെ ഡീടോക്സിഫിക്കേഷൻ ചെയ്തുകൊണ്ടും നമുക്കൊരു ഐഡിയൽ ഗ്ലോയിലേക്ക് എത്തും. നമ്മുടെ കൈയുടെ ഇവിടെ ഒരു ഗ്ലോ ഉണ്ട്, ആ ഗ്ലോയിലേക്ക് നമ്മൾ തിരിച്ചെത്തും. കറുത്തവർ വെളുക്കും എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം, നമ്മൾ നിലവിലുള്ള ഗ്ലോയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഇവിടുത്തെ ഒരു കളറിലേക്ക് നമ്മൾ തിരിച്ചു വരാൻ സഹായിക്കും. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ലിവറിനെ ഡീടോക്സിഫിക്കേഷൻ ചെയ്യും. ലിവറുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾക്ക് കഴിക്കാം. അതുപോലെ തന്നെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യും. ഒരുപാട് ആളുകൾക്ക് ബ്ലഡിൽ പല സോറിയാസ് ഫംഗസ് പോലുള്ള പല ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്. അവർക്കൊക്കെ എന്ത് ചെയ്യുക, ഇത് ഉപയോഗിച്ചിട്ട് അവർക്ക് ഒരു ക്വാളിറ്റിയിലേക്ക് തിരിച്ചു വരാൻ പറ്റും. ഐ ആം മൂവിംഗ് ദ നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് ഫൈനൽ പ്രോഡക്റ്റ് ഈസ് എ ഐ കെയർ. ഇതൊരു വുമൻസ് ഓൺലി പ്രൊഡക്റ്റ് ആണ്. ലേഡീസിന് വേണ്ടി മാത്രം നമ്മുടെ കമ്പനി ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റ് ആണ്. 35 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് വേണ്ടി മാത്രം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കമ്പനി ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരെ ഉപയോഗിക്കാനുള്ള അത്രയും മാർജിൻ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ കമ്പനി അതല്ല നോക്കുന്നത്. 35 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകൾ, അമ്മയാവട്ടെ, സഹോദരിയാവട്ടെ, ഭാര്യ ആവട്ടെ, അവർക്ക് ആർത്തവ വിരാമത്തിന് ശേഷം ഒരുപാട് ഹോർമോൺ ഇംബാലൻസിങ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അവർക്ക് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഇടയ്ക്കിടയ്ക്ക് അവരുടെ മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്നു, അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. അവരെ അതിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാലത്തെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് ശേഷം കമ്പനി പുറത്തിറക്കിയ പ്രൊഡക്റ്റ് ആണ് ഐ കെയർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. മെയിൻ ഇൻഗ്രീഡിയന്റ് ക്യാൻസറിനെ പോലും പ്രിവെന്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള കുർക്കുമിനാണ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. ബോസ്വെല്ല, ആസ്പെരാഗസ് എന്നുപോലുള്ള ഒരുപാട് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ പ്രോഡക്റ്റുകൾ, ആ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തിനകത്ത് ഒരു ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഏക പ്രോഡക്റ്റ് ആണ്. നമ്മുടെ വീട്ടിൽ പ്രായം ചെന്ന ലേഡീസ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ അറിയാൻ പറ്റും, ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. എല്ല് പൊള്ളയാകുന്ന ഒരു അവസ്ഥ, അതാണ് ഏറ്റവും ഡേഞ്ചറസ് അവസ്ഥ. അതിലേക്ക് വരെ പ്രിവെൻഷൻ കൊടുക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ് ഐ കെയർ എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 5 പ്രൊഡക്റ്റുകൾ മാത്രമേ എൻ്റെ കമ്പനി സെയിൽ ചെയ്യുന്നുള്ളൂ. ഈ പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാനുള്ള ഏക മാർഗമാണ് ഈ ബിസിനസ്സുമായിട്ട് നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇതിനകത്ത് ഇന്റർനാഷണൽ പ്രസൻസ് ഞാൻ പറഞ്ഞു, 43ഓളം രാജ്യങ്ങളിൽ നമ്മുടെ കമ്പനി ഈ പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് ഏത് രാജ്യത്തോ, ഇപ്പൊ നിലവിൽ നിങ്ങൾക്ക് കുവൈത്തിൽ പോലും ഈ പ്രോഡക്റ്റുകൾ അവിടെയുള്ള ആളുകൾക്ക് അവിടെ പർച്ചേസ് ചെയ്യാം. ബാക്കിയുള്ള എല്ലാ രാജ്യത്തേക്കും ഇന്ത്യയിൽ നിന്ന് പർച്ചേസ് ചെയ്ത് നമ്മൾ പുറത്തേക്ക് കൊടുക്കുക. നമുക്കറിയാം നമ്മളെ ട്രഡീഷണൽ മാർക്കറ്റിംഗ് സിസ്റ്റം എന്താണെന്നുള്ളത്. ഒരു പൂനെയിലോ ബാംഗ്ലൂരോ ഹൈദരാബാദോ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് അത് നമ്മളെ പോലുള്ള സാധാരണക്കാരിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് ഇടനിലക്കാരും പരസ്യക്കാരും കൈമറിഞ്ഞ് നമ്മുടെ കയ്യിലേക്ക് എത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ പ്രോഡക്റ്റുകൾക്ക് ഇത്രയും കൂടുതൽ പ്രൈസ് വരുന്നത്. ഇപ്പൊ ഒരു 30 രൂപയ്ക്ക് ഉണ്ടാക്കിയ ഒരു സാധനം അത് വിൽക്കണമെങ്കിൽ അതിന് ഇടനിലക്കാരനും പരസ്യക്കാരനും 70% കൊടുത്താലേ നമ്മുടെ കൈ കിട്ടും. അപ്പൊ 100 രൂപ നമ്മൾ അതിന് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ബൂസ്റ്റ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് പറയുന്ന ഒരാള് അത് കുടിച്ചിട്ടല്ല എനർജി ഉണ്ടാകുന്നത്. ആ പരസ്യത്തിന് കൊടുക്കുന്നത് കോടികളാണ്. ആ കോടികൾ നമ്മളാ കൊടുക്കുന്നത്. ഈ കസ്റ്റമർ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ MRP, മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാകും. റിച്ച് പീപ്പിൾ എന്നും റിച്ച് പീപ്പിളാ. ഓർഡിനറി പേഴ്സൺസിനോ അല്ലെങ്കിൽ മറ്റു കോമൺ പീപ്പിൾസിനോ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. അവിടെയാണ് നമ്മുടെ കമ്പനിയുടെ പ്രസക്തി. ഇന്ന് കമ്പനി പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അത് ഇടനിലക്കാരനോ പരസ്യക്കാരനോ ഒരിക്കലും കൊടുക്കുന്നില്ല. ഈ കമ്പനിക്കും ഇടനിലക്കാരനെയും പരസ്യക്കാരനെയും വെച്ചുകൊണ്ട് ചെയ്യാൻ അറിയാത്തത് കൊണ്ടല്ല, പക്ഷെ പാവപ്പെട്ട നമ്മളെ പോലുള്ള കോമൺ പീപ്പിൾസിന് ഒരു അവസരം ഉണ്ടാകില്ല. ആ അവസരമാണ് കമ്പനി നമുക്ക് തരുന്നത്. ഈ പ്രോഡക്റ്റുകൾ നിങ്ങൾ മാർക്കറ്റ് ചെയ്യാനോ നിങ്ങൾ മാർക്കറ്റ് ചെയ്യിപ്പിക്കാനോ തയ്യാറാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ഇടനിലക്കാരനും പരസ്യക്കാരനും കൊടുക്കുന്ന ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് അഥവാ 70%-ലെ 50% നമുക്ക് കമ്പനി തരും. 3 ഓപ്ഷനിലായിട്ട് നിങ്ങൾക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന്, സാധാരണ ഈ പറഞ്ഞ 5 പ്രൊഡക്റ്റുകൾ
വാങ്ങി ഉപയോഗിക്കുന്ന ഒരു കസ്റ്റമർ ആയിക്കൊണ്ട് നിങ്ങൾക്ക് ആരംഭിക്കാം. അതല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരാൾക്ക് റെക്കമെൻഡ് ചെയ്താൽ കമ്പനി 20% അഥവാ 500 രൂപ റീറ്റെയിൽ പ്രോഫിറ്റ് ആയിട്ട് കമ്പനി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അയച്ചു തരും. ഇനി ഇതൊന്നുമല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ, ഇന്ന് എൻ്റെ നാട്ടിൽ ഈ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്ന ആളുകൾ കുറവായിരുന്നു, വിൽക്കുന്ന ആളുകൾ കുറവായിരുന്നു. ഇതിനകത്ത് എൻ്റെ കണ്ടുപോയത് ഇതിന്റെ ബിസിനസ്സിലേക്കാണ്. വിവ ബിസിനസ് ഓണർ ആകാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ ഒരു ഫ്രാഞ്ചൈസി അങ്ങ് എടുത്തു. ഇന്ന് ഞങ്ങളുടെ നാട്ടിലെ ഫ്രാഞ്ചൈസി ഓണർ ഞാനാണ്. യൂസ് ചെയ്യാം, എനിക്ക് പ്രൊഡക്റ്റ് റീറ്റെയിൽ ചെയ്യാം, എനിക്ക് ഒരുപാട് ആളുകളെ ഈ ബിസിനസ്സിൽ അപ്പോയിന്റ് ചെയ്യാം, അവരെ കൊണ്ട് റീറ്റെയിൽ ചെയ്യിപ്പിക്കാം, എൻ്റെ പ്രോഫിറ്റ് എനിക്ക് കൂടുതൽ കൂടുതൽ ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കമ്പനി തരുന്ന ഒരുപാട് ബെനിഫിറ്റുകൾ ഉപയോഗിക്കാനും ഈ വിവ ബിസിനസ് ഓണറായി മാത്രമായി നിങ്ങൾ ചൂസ് ചെയ്തത്. നിങ്ങൾ ഏതാണ് ചൂസ് ചെയ്യുന്നത് മൈ ഡിയർ ഫ്രണ്ട്സ്? വിവ ബിസിനസ് ഓണർ ആകാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമുള്ളൂ. ഒരു 12 പ്രോഡക്റ്റുകളുടെ കച്ചവടം നടത്തിയാൽ നമ്മൾ വിവ ബിസിനസ് ഓണറായി മാറും. നമ്മുടെ വീട്ടിലെ പാരന്റ്സ്, നമ്മുടെ ബ്രദർ, നമ്മുടെ സിസ്റ്റേഴ്സ്, നമ്മുടെ ആന്റി അങ്കിൾസ്, ഇവർക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 2 പ്രൊഡക്റ്റ് വെച്ച് കൊടുത്താൽ തന്നെ നമ്മുടെ 12 പ്രൊഡക്റ്റുകൾ നമ്മൾ സെല്ല് ചെയ്തു, നമ്മൾ എന്ത് ചെയ്തു, വിവ ബിസിനസ് ഓണറായി മാറിക്കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എങ്ങനെ ഇതിന്റെ എക്സ്പാൻഡ് ചെയ്യുക, ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യുക? ലോകത്ത് KSF, നമ്മുടെ കെൻറ്റക്കി ഫ്രൈഡ് ചിക്കൻ, അതുപോലും ഫ്രാഞ്ചൈസി കൊണ്ടുവന്നാണ് ഇങ്ങോട്ട്, അല്ലാതെ നമ്മുടെ നാട്ടിൽ ചിക്കൻ കിട്ടാനായിട്ട് ചിക്കൻ കൊണ്ടുവന്നൊന്നല്ല. ഇപ്പൊ സ്റ്റാർബക്സ് പോലുള്ള വൻകിട യൂറോപ്യൻ കമ്പനികൾ, അമേരിക്കൻ കമ്പനികൾ എന്തുകൊണ്ട് ഇന്ത്യയിൽ അതിന്റെ കോഫി ഔട്ട്ലെറ്റുകൾ തുടങ്ങുന്നു? ഇന്ത്യയിലെ ഏറ്റവും നല്ല കോഫി ഇന്ത്യയിലെ കിട്ടുക, ലോകത്തിലെ ഏറ്റവും നല്ല കോഫി ഇന്ത്യയിലാണ്. പക്ഷെ പുറത്തുനിന്ന് ആളുകൾ വരുന്നെന്താ, അവരൊക്കെ ഫ്രാഞ്ചൈസീസാണ് വന്നിട്ടുള്ളത്. മാക്ഡൊണാൾഡ്സ് പോലുള്ള വൻകിട കോർപ്പറേറ്റ് കമ്പനികൾ ഇന്ത്യയെ ടാർഗറ്റ് ചെയ്യുന്നത് ഇന്ത്യയിലെ 148 കോടി ജനങ്ങളുടെ പോപ്പുലേഷന്റെ കണക്കനുസരിച്ചാ. ഇവിടെ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളുടെ തൊഴിലുള്ള, നിങ്ങളുടെ നാട്ടിൽ വിവരവും വിദ്യാഭ്യാസമുള്ള ഒരാളെ നിങ്ങൾ ബിസിനസ് ആരംഭിച്ച് നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്ത് അവരൊരു ഫ്രാഞ്ചൈസി ബിസിനസ് മോഡലിലേക്ക് നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ, ഇന്ന് ലോകത്തുള്ള വൻകിട കോർപ്പറേറ്റ് കമ്പനികൾ വളർന്നതുപോലെ നമ്മുടെ മാൻ പവർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഫ്രാഞ്ചൈസി ബിസിനസ്സിലൂടെ നിങ്ങളുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരാഴ്ചയിൽ നിങ്ങൾ ഒരു 12 പ്രോഡക്റ്റുകളുടെ കച്ചവടം നടത്തിയാൽ പോലും നിങ്ങൾക്ക് 6000 രൂപ ലാഭം കിട്ടും മൈ ഡിയർ ഫ്രണ്ട്സ്. ഇനി അതല്ല, നിങ്ങളുടെ ഓർഗനൈസേഷൻ, നിങ്ങൾ ഉണ്ടാക്കുന്ന നിങ്ങളുടെ ഫ്രാഞ്ചൈസി, ഇപ്പൊ ഞാൻ എന്റെ ഫ്രാഞ്ചൈസി ഒന്ന് കോഴിക്കോടും ഒന്ന് പെരിന്തൽമണ്ണയും കൊടുത്തെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന കച്ചവടത്തിന്റെ ലാഭവും എനിക്ക് അവകാശപ്പെട്ടതാണ്. MA യൂസുഫ് അലി സാഹിബ് ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ലുലുമാളിൽ നടക്കുന്ന കച്ചവടവും അദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണ്. അതുപോലെ എല്ലാ ഫ്രാഞ്ചൈസികളിൽ നിന്നും കച്ചവടം നടക്കുന്നതിന്റെ പ്രോഫിറ്റ് എനിക്ക് അവകാശപ്പെടുന്നത് പോലെ നിങ്ങൾക്കൊരു 2000 ഗ്രൂപ്പ് വോളിയത്തിന്റെ കച്ചവടം നിങ്ങളുടെ ഫസ്റ്റ് ഓർഗനൈസേഷനും 2000 ഗ്രൂപ്പ് വോളിയത്തിന്റെ കച്ചവടം നിങ്ങളുടെ റൈറ്റ് ഓർഗനൈസേഷൻ നടത്താൽ ആ ആഴ്ച നിങ്ങൾക്ക് വരുന്നത് 20,000 രൂപ മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. ഇനി നിങ്ങളുടെ കച്ചവടം 1 വർഷമോ 2 വർഷമോ അല്ലെങ്കിൽ നിങ്ങൾ 6 മാസം കൊണ്ടോ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ ഒരു 5000 ഗ്രൂപ്പ് വോളിയം അഥവാ വീക്കിലി ആട്ടോ നമുക്ക് വരുമാനം വരുന്നത് 5000 ഗ്രൂപ്പ് വോളിയം നമ്മൾ ഒരു കച്ചവടം നടത്താൻ നമ്മൾ തയ്യാറാണെങ്കിൽ, നമ്മുടെ ഗ്രൂപ്പ് ഓർഗനൈസേഷനോട് നടന്ന കച്ചവടം 5000 ഗ്രൂപ്പ് വോളിയം ആണെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ് ആ വീക്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന 50,000 രൂപയാണ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നത്. വാങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഇനി ഒരു 10,000 ഗ്രൂപ്പ് വോളിയമായി മാറിയാണെങ്കിൽ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ വീക്കിലി കിട്ടും. 1 ലക്ഷം രൂപ വീക്കിലി കിട്ടും. ഇനി 25,000 രൂപ, ഇത് പെട്ടെന്ന് സംഭവിക്കില്ല. 1 വർഷമോ 2 വർഷമോ നിങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ നിങ്ങളുടെ ഫ്രാഞ്ചൈസി ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് ഒരു 25,000 ഗ്രൂപ്പ് വോളിയം അഥവാ 1000 പ്രൊഡക്റ്റുകളുടെ കച്ചവടം നിങ്ങളുടെ ഒരു ഓർഗനൈസേഷനും 1000 പ്രൊഡക്റ്റുകളുടെ കച്ചവടം നിങ്ങളുടെ മറ്റു ഓർഗനൈസേഷൻ നടക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 2,50,000 രൂപയാണ് വീക്കിലി പ്രോഫിറ്റ്. അങ്ങനെയാണെങ്കിൽ 2,50,000 രൂപ നിങ്ങൾക്ക് വീക്കിലി പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഒരു ട്രഡീഷണൽ മാർക്കറ്റിൽ വീക്കിലി 2,50,000 രൂപയും മന്ത്ലി 10 ലക്ഷം രൂപ കിട്ടണമെങ്കിൽ മിനിമം നിങ്ങൾ 10 മുതൽ 15 കോടി രൂപയെ ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങൾ ലോക്കൽ എക്കോണമി ചോദിച്ചു നോക്കൂ, നിങ്ങൾ നാട്ടിൽ ചോദിച്ചു നോക്കൂ. ഒരു 2.5 ലക്ഷം രൂപ ആഴ്ചയിലും മാസം 10 ലക്ഷം രൂപ ഏൺ ചെയ്യണമെങ്കിൽ മിനിമം 10 കോടി മുതൽ 15 കോടി വരെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇവിടെ ആനുവലി 1 കോടി 30 ലക്ഷം രൂപ ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് നിങ്ങളുടെ മുന്നിലുണ്ട്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു 2040 നമ്മൾ എത്തുമ്പോൾ 10 ലക്ഷം രൂപ നമുക്ക് മാസം എക്സ്പെൻസ് ആവും. അത് ഇപ്പോഴേ നിങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള ഒരു അവസരമാണ് നിങ്ങളുടെ ബന്ധു, നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. റിവാർഡ് നോക്കുകയാണെങ്കിൽ സ്റ്റാർ 500 റിവാർഡ് ആണെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ കോ അപ്ലിക്കന്റും 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് തന്നു. സ്റ്റാർ 1000 ആവുകയാണെങ്കിൽ കമ്പനി നിങ്ങളെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. ഇനി റൂബി ആയി കഴിഞ്ഞാൽ നിങ്ങളെ കമ്പനി തായ്ലാൻഡിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾ മലേഷ്യ അച്ചീവ് ചെയ്യണമെങ്കിൽ വെറും പേൾ എക്സിക്യൂട്ടീവ് എന്ന റാങ്കിലേക്ക് എത്തിയാൽ മതി. സോ നിങ്ങൾ എമറാൾഡ് ആയാൽ നിങ്ങൾ ഉസ്ബെക്കിസ്ഥാനിലേക്കും, നിങ്ങൾ സഫയർ ആയാൽ ദുബൈയിലേക്കും, നിങ്ങൾ ഡയമണ്ട് ആയാൽ 1 കോടി രൂപ വരുമാനം വാങ്ങിയാൽ സിംഗപ്പൂർ സ്റ്റാർ ക്രൂസിലേക്കും കമ്പനി നിങ്ങളെ കൊണ്ടുപോകുന്നതായിരിക്കും. ഇപ്പൊ സാധാരണക്കാരായ ആളുകളാണ് എന്നെ പോലെ തന്നെ ആയിരിക്കും നിങ്ങളും. ഈ പറയുന്ന മേഖലയിൽ എങ്ങനെ നമുക്ക് വളരാം, ഒരു പേടി നിങ്ങൾ പേടിക്കേണ്ട. ഈ ബിസിനസ് അസോസിയേറ്റ് ചെയ്ത ആ ശനിയാഴ്ച തന്നെ നിങ്ങൾക്ക് BOM ബിസിനസ് ഓണേഴ്സ് മീറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും എങ്ങനെ ചെയ്യാം,
എന്ത് ചെയ്യാം, എവിടെ ചെയ്യാം, എപ്പോൾ ചെയ്യാന്നതിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. പിന്നെ നിങ്ങൾ ഒറ്റയ്ക്കല്ല മൈ ഡിയർ ഫ്രണ്ട്സ്, ഇവിടെ 3 ഡയമെൻഷൻ സപ്പോർട്ട് ഉണ്ട്. ഒരു പ്രവാസിയായിരുന്ന എന്നെ ഈ ബിസിനസ്സിലേക്ക് കൈപിടിച്ചുയർത്തി ടീം ജീവൻ ആനന്ദ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. അതുപോലെ തന്നെ ഈ കമ്പനിയുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്. ഏത് സാധാരണക്കാരനെയും പഠിപ്പിക്കാൻ പറ്റിയ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം, വൈബ്രന്റ് വിവ എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം. പിന്നെ നമ്മുടെ ലീഗൽ കാര്യങ്ങൾ നോക്കാനും നമുക്ക് പ്രൊഡക്റ്റ് എത്തിച്ചു തരാനും വരുമാനം എത്തിച്ചു തരാനും ഇൻഡസ്വിവ എന്ന് പറയുന്ന കമ്പനി നമ്മളോട് കൂടി പൂർവാധികം ശക്തിയായിട്ടുണ്ട്. കഴിഞ്ഞ 12 കൊല്ലം കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് ചങ്കുറപ്പോടെ വിളിച്ചു പറയാൻ പറ്റുന്ന ഒരൊറ്റ കാര്യം, 100 കോടീശ്വരന്മാർക്ക് മുകളിൽ നമ്മൾ ഈ ബിസിനസ്സിലൂടെ ഉണ്ടാക്കി എന്നതാണ്. കറക്റ്റ് GSTയും ടാക്സും കൊടുത്ത് വൈറ്റ് മണി വാങ്ങിയ 100 കോടീശ്വരന്മാരെ ഉണ്ടാക്കിയ ഏക ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് ഇൻഡസ്വിവ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഈ ടീം ജീവൻ ആനന്ദ് എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ മാത്രം 14 കോടീശ്വരന്മാർ പുതിയത് വന്നിട്ടുണ്ട്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു ഓർഗനൈസേഷനിൽ 14 കോടീശ്വരന്മാരെ, അത് കേരളത്തിലെ ഉള്ളിൽ മാത്രമല്ല, ഈ മലബാർ ഏരിയയിൽ മാത്രം 14ഓളം കോടീശ്വരന്മാരെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ് മൈ ഡിയർ ഫ്രണ്ട്സ്. നിങ്ങൾ എടുത്തു വെക്കുന്ന സ്റ്റെപ്പ്, അത് കറക്റ്റ് നിങ്ങളുടെ ഡെസ്റ്റിനി തീരുമാനിക്കും. എടുത്തു വെക്കുന്ന സ്റ്റെപ്പ് നിങ്ങൾ കറക്റ്റായിട്ട് തീരുമാനമെടുത്ത് മുന്നോട്ട് വെക്കുക. ഒരു KYDS കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡും നിങ്ങളുടെ പാസ്ബുക്കും കൊടുത്തുകൊണ്ട് ഇതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും, അസോസിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾ എടുത്തു വെക്കുന്ന സ്റ്റെപ്പ് അത് വളരെ ഫാസ്റ്റ് ആയിട്ട് എടുക്കുക. ഇന്ന് തന്നെ ഈ ബിസിനസ്സിൽ വന്ന് ഒരു സ്റ്റാർ എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്താൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ്, കമ്പനി നിങ്ങൾക്ക് ഗംഭീരമായിട്ട് 2026 ഒരു ഓഫർ കൂടി അനൗൺസ് ചെയ്തിട്ടുണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്ന് ഈ ബിസിനസ്സിലൂടെ സ്റ്റാർ 250 സ്റ്റാറോ ആയി 30,000 രൂപ മാത്രം നിങ്ങൾ വരുമാനം വാങ്ങിയാൽ കമ്പനി നിങ്ങളെ ഫ്രീ ആയിട്ട് മലേഷ്യയിലേക്ക് കൊണ്ടുപോകും. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. 2026 തുടക്കത്തിൽ മാത്രമേ കമ്പനി ഓഫർ അനൗൺസ് ചെയ്തിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങൾക്കും ഗംഭീരമായിട്ടുള്ള രണ്ടറ്റവും കൂട്ടിമുട്ടിയ ഒരു ജീവിതം തരാനും വേണ്ടിയിട്ട് ഞാൻ ഈ രാത്രിയിൽ ഈ വൈകിയ വേളയിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുകയാണ്. ഏറ്റെടുക്കുന്ന തീരുമാനങ്ങൾ അത് ഉറച്ച ഒരു തീരുമാനത്തോട് ഏറ്റെടുത്തുകൊണ്ട് സർവശക്തൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ബ്യൂട്ടിഫുൾ ഹോസ്റ്റ് മിസ്റ്റർ മുനീർ മലപ്പുറത്തിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു റഹൂഫ് സർ. അടിപൊളി. ഏത് സാധാരണ വ്യക്തിക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ വ്യക്തമായിട്ട് ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ടാവുക, ആരോഗ്യമുണ്ടാക്കണം, സമ്പത്ത് ഉണ്ടാക്കണം, സന്തോഷം ഉണ്ടാക്കണം, സമാധാനം ഉണ്ടാക്കണം എന്നുള്ളതാണ്. ഇന്ന് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയോട് കിട്ടുന്നുണ്ടോ എന്ന് ആലോചിച്ചാൽ മതി. ഇല്ലെങ്കിൽ റഹൂഫ് സർ വളരെ വ്യക്തമായിട്ട് ഒരുപാട് തിരക്കുകൾ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, അദ്ദേഹത്തിന് ഒരുപാട് തിരക്കുകളും മീറ്റിംഗ് ഉണ്ട്. പക്ഷെ അതെല്ലാം ഒഴിവാക്കി നമുക്ക് ഈ 30 മിനിറ്റ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അവസരത്തിന് സാധ്യത ഉണ്ടെന്നാണ്. ഇതിന്റെ എല്ലാ സാധ്യതയെ പറ്റിയും അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു. അപ്പൊ ഒരുപാട് ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും, സംഗതിയൊക്കെ ശരിയാണ്. ഒരുപാട് ആളുകൾ ഏറ്റെടുത്ത് വല്ല മാറ്റങ്ങളുണ്ടോ, നേട്ടങ്ങളുണ്ടോ, ഈ ഒരു 12 വർഷം കൊണ്ട് ഒക്കെ ഒരുപാട് കോടീശ്വരങ്ങൾ ഉണ്ടാക്കി, ഈ മീറ്റിംഗിൽ മാത്രത്തിൽ ആളുകളുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. ഒരു 5 മിനിറ്റ് കൂടെ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് 2 വീട്ടമ്മമാര് പിന്നെ ഈ ബിസിനസ്സിലുണ്ടാക്കിയ മാറ്റം നിങ്ങൾ അറിയിക്കാൻ വേണ്ടി വരികയാണ്. ഈ ഒരു അവസരം ഏറ്റെടുക്കുകയും ഈ ബിസിനസ്സിലൂടെ തൃശ്ശൂരിന്റെ മണ്ണിൽ നിന്നും 1 ലക്ഷത്തിന് മുകളിൽ വരുമാനമായിക്കൊണ്ട് കമ്പനിയുടെ സ്റ്റാർ 1000 എന്ന് പറയുന്ന റാങ്ക് അലങ്കരിച്ച് നല്ല രീതിയിൽ ബിസിനസ് ചെയ്തുകൊണ്ട് എല്ലാ ആഴ്ചയും വരുമാനമായിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ലേഡി ഓണ്ടർപ്രണറെ വിളിക്കാൻ പോകുന്നത്. പ്ലീസ് വെൽക്കം ഷമീമ മാഡം, ദ ബ്രാൻഡ് ന്യൂ സ്റ്റാർ 1000. ഷമീമ മാഡം, പ്ലീസ് വെൽക്കം. ഓക്കെ, താങ്ക് യു മുനീർ സാർ. മുനീർ സാർ എന്നെ വളരെ മനോഹരമായ രീതിയിൽ പരിചയപ്പെടുത്തി. എൻ്റെ പേര് ഷമീമ, സ്വദേശം വരുന്നത് തൃശ്ശൂരാണ്. ഞാൻ ഈ ബിസിനസ് ഏറ്റെടുക്കുന്നതിന് മുന്നേ എൻ്റെ ഫേസ്ബുക്ക് വഴി എൻ്റെ ബ്രദർ വഴിയാണ് ഇതിൽ എൻ്റെ മേഡത്തിനെ പരിചയപ്പെടുകയും മേഡത്തിനെ വിശ്വസിച്ച് ഞാൻ ഇതിൽ കൂടെ നിൽക്കുകയും ചെയ്തത്. ഞാനൊരു ലൈബ്രറിയനായി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സ്കൂളിൽ. എനിക്ക് ചെറിയ മോളായത് കാരണം എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്ത ഒരു അവസരത്തിലായിരുന്നു എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. ഇന്ന് എത്ര വരുമാനം ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ മുനീർ സാർ പറഞ്ഞ പോലെ 1 ലക്ഷത്തിൽ മേലെ, 2 ലക്ഷത്തിന്റെ അടുത്ത് ഞാൻ ഇതിന്റെ ഇൻകം ഉണ്ടാക്കുവാനും അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് ആളുകളിലേക്ക് ഈ അവസരം എത്തിച്ചു കൊടുക്കാനും പറ്റി. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇന്ന് ഈ അവസരം നിങ്ങൾക്ക് ആരാണോ നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുള്ളത് അവരെ വിശ്വസിച്ച് കൂടെ നിൽക്കുക. ജയ് ഹിന്ദ്, ജയ് വിവ. താങ്ക് യു മുനീർ സാർ, ലവ് യു ഓൾ. ഓക്കെ, താങ്ക് യു ഷമീമ മാഡം. അടിപൊളി. ഷമീമ വളരെ വ്യക്തമായിട്ട് അവർ വന്ന വഴിയും ഉണ്ടാക്കിയ വരുമാനത്തെ പറ്റി പറഞ്ഞു. നമുക്കൊരു പ്രചോദനം നൽകുന്ന വാക്കുകൾ അവരിൽ കിട്ടിയത്.
ഇനി അടുത്ത വ്യക്തി വിളിക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ഈ ബിസിനസ് ഏറ്റെടുക്കുകയും കോഴിക്കോടിന്റെ മണ്ണിൽ നിന്നും പിന്നെ ഈ ബിസിനസ് വളരെ ശക്തമായിട്ട് ചെയ്യുകയും 1 ലക്ഷത്തിന് മുകളിൽ വരുമാനം വാങ്ങിച്ചുകൊണ്ട് സ്റ്റാർ 1000 എന്ന റാങ്ക് അലങ്കരിച്ച് മുന്നോട്ട് വളരെ നല്ലൊരു ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് ഷാഹിദ മാഡം. പ്ലീസ് വെൽക്കം ഷാഹിദ മാഡം ഓൺ ദ സ്ക്രീൻ. താങ്ക് യു സർ. വളരെ മനോഹരമായി പരിചയപ്പെടുത്തി. പേര് ഷാഹിദ. ഞാനൊരു വീട്ടമ്മയായിരിക്കെ ഒരു സുഹൃത്ത് വഴിയാണ് എനിക്ക് ഈ ഒരു അവസരം ലഭിച്ചത്. കേട്ട സമയത്ത് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടായി. വിളിച്ചത് സുഹൃത്തായതുകൊണ്ട് തന്നെ അവരെ വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു അവസരത്തിന്റെ ഭാഗമായി ഏറ്റെടുത്ത് ചെയ്തു. ഇന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് എനിക്ക് 1,80,000 മുകളിൽ വരുമാനം വാങ്ങിക്കാൻ സാധിച്ചു എന്നതാണ്. എന്നെ പോലെ സാധാരണ ഒരു വീട്ടമ്മയായി എനിക്ക് ഇത് സാധിക്കുമെങ്കിൽ നിങ്ങൾ ആരാണ് ഈ ഒരു അവസരം കേൾപ്പിക്കാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വെൽക്കം ചെയ്തത്, അവരെ വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു അവസരത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് മാത്രം വിഷ് ചെയ്തുകൊണ്ട് താങ്ക് യു ഓൾ ടു സർ. താങ്ക് യു ഷാഹിദ മാഡം. ഓക്കെ, അപ്പൊ തൃശ്ശൂരിന്റെ മണ്ണിൽ നിന്നും കോഴിക്കോടിന്റെ മണ്ണിൽ നിന്നും 2 വ്യക്തികളുടെ അവസരം നിങ്ങൾ കേട്ടു, അവരുണ്ടാക്കിയ മാറ്റങ്ങൾ കേട്ടു. എല്ലാവരും വീട്ടമ്മമാരാണ്. ഇന്ന് വീട്ടിൽ നിന്നുകൊണ്ടൊക്കെ അവർ ഈ ഒരു അവസരത്തിൽ 2 ലക്ഷം രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്ന ഒരു ചെറിയ കാര്യമല്ല, ഒന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇനി ഇങ്ങോട്ട് വിളിക്കാൻ പോകുന്ന വ്യക്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ബിസിനസ്സിന് തുടക്കത്തിൽ ഒരു സ്റ്റുഡന്റ് ആയിരിക്കെ ആ സമയത്താണ് ഈ അവസരം കേൾക്കുന്നത്. അന്ന് ചെറുപ്രായമാണ്. ഒരുപാട് ആളുകൾ പറഞ്ഞു ഈ അവസരം ഏറ്റെടുക്കണ്ട, ഇതൊരു ഫ്യൂച്ചറുള്ള അവസരമല്ല, എന്തിനാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്, നിന്റെ ഉപ്പാനും ഉമ്മാനൊക്കെ നോക്കണമെങ്കിൽ ഇതല്ലാതെ വേറെ പരിപാടി നോക്കിക്കോ, ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ് തുടക്കത്തിൽ നിരുത്സാഹപ്പെടുത്തി ഒരുപാട് ആളുകളെ നെഗറ്റീവാക്കി വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഈ അവസരം ഇതുപോലെ ഒരു മീറ്റിങ്ങിൽ കേട്ട് ബോധ്യപ്പെട്ട ഒരാളായതുകൊണ്ട് പിടിച്ചു തന്ന് ഈ ബിസിനസ്സിലൂടെ 2 കോടിക്ക് മേൽ വരുമാനം വാങ്ങി ഞങ്ങളുടെ എല്ലാവരും ഒരു മോട്ടിവേഷൻ നൽകുന്ന ഒരു യങ് എന്റർപ്രണർ, കമ്പനി തന്നെ ഉറ്റുനോക്കിയിരുന്ന ഒരു ലീഡറാണ്. കമ്പനി തന്നെ വിളിച്ചുകൊണ്ട് ആദരിച്ച ഒരാളാണ്. അദ്ദേഹത്തിനെയും പത്നിയൊക്കെ ആദരിച്ച വ്യക്തിയാണ്. ഇന്ന് ഇന്ത്യ ഒട്ടാകെ ഉറ്റുനോക്കുന്ന ഒരു മലപ്പുറംകാരൻ, ഒരു ചെമ്മാട്ടുകാരൻ ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് നമുക്ക് കേൾക്കാൻ വരുന്നതാണ്. അതും കൂടെ കേട്ടിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും നിറഞ്ഞ മനസ്സോടുകൂടി വെൽക്കം ചെയ്യാണ് ദ ഗ്രേറ്റ് ലീഡർ, എക്സിക്യൂട്ടീവ് പർപ്പിൾ ഡയമണ്ട് ഉനൈസാർ. പ്ലീസ് വെൽക്കം ഓൺ ദ സ്ക്രീൻ. പ്ലീസ് വെൽക്കം. താങ്ക് യു മുനീർ സാർ. വണ്ടർഫുൾ. ഗുഡ് ഈവനിങ് ആൾ. പേര് പരിചയപ്പെടുത്തി, മുഹമ്മദ് നൈസ്, സ്വദേശം മലപ്പുറം ജില്ലയിലാണ്. ഇന്ന് ആദ്യമായിട്ട് ഈ ഒരു അവസരം കേൾക്കുന്ന ഓരോ വ്യക്തികളും ശരിക്കും ഭാഗ്യവാന്മാരാണ്. കാരണം വേറെ ഒന്നുമല്ല, ഇന്ന് നിങ്ങൾ കേട്ട ഈ ഒരു അവസരം വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഏതൊരു വ്യക്തിക്കും നല്ല ഒരു നെറ്റ്വർക്ക് കണക്ഷനും ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നുകൊണ്ടും എല്ലാ ആഴ്ചയിലും വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ഓപ്പർച്യൂണിറ്റിയാണ് വളരെ മനോഹരമായിട്ട് റൗസാർ എന്ന് പ്രസന്റ് ചെയ്യുന്നുള്ളത്. നിങ്ങളുടെ കൂട്ടുകാർ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, സുഹൃത്ത് നിങ്ങൾ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു അവസരം എന്നെ പരിചയപ്പെടുന്ന എൻ്റെ കൂട്ടുകാരനാണ്. ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പാർട്ട് ടൈം ആയിട്ട് ഒരു ഫാൻസി ഷോപ്പിൽ വർക്കും ചെയ്യുന്നുണ്ട്. അന്ന് എൻ്റെ വയസ്സ് 19ആണ്. ആ ഒരു സമയത്താണ് എന്നെ ഈ ഒരു അവസരം പരിചയപ്പെടുത്തുന്നത്. ഇന്ന് നിങ്ങൾ ഓൺലൈനായിട്ടാണ് നിങ്ങൾ കേട്ടത്, അന്ന് ഞാൻ ഓഫ്ലൈനായിട്ടാണ് ഞാൻ കേട്ടത്. അപ്പൊ അന്ന് എന്നോട് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഉനൈസ്, അടിപൊളി ബിസിനസ് ഉണ്ട്, മുടക്കുന്ന എമൗണ്ട് 1 മാസം കൊണ്ട് തിരിച്ചു കിട്ടും, എല്ലാ വീക്കിലും ബാങ്ക് അക്കൗണ്ട് വരുമാനം വരും. അതിൽ ആ പോയിന്റാണ് എനിക്ക് ഇഷ്ടമായത്. ഏത്? എല്ലാ വീക്കിലും ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ ബിസിനസ്സിലൂടെ വരുമാനം വരുന്നുള്ളത്. അത് കേട്ടപ്പോഴേക്കും എനിക്ക് ഇനി ഇതിന്റെ പ്ലാൻ ഒന്നും കേൾക്കണ്ട, ഇത് എങ്ങനെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ത്രില്ലായി ഞാൻ. കാരണം ആഴ്ചയിൽ വരുമാനം കിട്ടില്ല, എന്തിനാ നമ്മൾ വെറുതെ മിസ്സാക്കുന്നത് എന്നൊരു ത്രില്ലിലായിരുന്നു. അങ്ങനെ ഞാൻ ഈ ബിസിനസ്സിൽ വരുന്ന സമയത്തുള്ള എൻ്റെ ഫോട്ടോ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാക്കാൻ പറ്റും. സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. സ്ക്രീൻ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? കാണുന്നുണ്ടോ? ആ, ഇത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ കമ്പനിയുടെ ആദ്യമായിട്ട് ഞാൻ പ്രോഗ്രാം ആയപ്പം അന്ന് എൻ്റെ ഫോണിലെടുത്ത സെൽഫിയാണ്. ചിലർക്ക് ഇത് കാണുമ്പോൾ ഒരു തീവ്രവാദിയാണെന്ന് തോന്നുന്നുണ്ടാവും, ചിലർക്ക് ഒരു കൊലയാളിയാണെന്ന് തോന്നുന്നുണ്ടാവും. ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ഇത് ഉണ്ടായിരുന്നു ഈ ബിസിനസ്സിൽ വരുന്നതിന് രൂപം. ഇന്ന് നിങ്ങൾക്ക് ഞാൻ എൻ്റെ സംസാരിക്കുന്ന ഫേസ് നിങ്ങൾ കാണുന്നുണ്ടാവും എന്തുമാത്രം ചേഞ്ച് ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അന്ന് ഞാൻ വട്ടപൂജയാണ്, കയ്യിൽ 1 രൂപ പോലും ഇല്ലാത്ത സമയത്താണ് ഞാൻ ഇതിന്റെ പ്ലാനും കാര്യവും കേൾക്കുന്നത്. ഈ ഒരു അവസരം കേൾക്കുന്ന സമയത്ത് കോളേജിൽ ഫീ അടച്ചിട്ടില്ല. പിന്നെ നിൽക്കുന്ന ഫാൻസി ഷോപ്പിൽ മുതലാളിക്ക് അങ്ങോട്ട് ക്യാഷ് കൊടുക്കാനാണ്.
പിന്നെ ഫ്രണ്ട്സുകൾ റോൾ ചെയ്ത് 5000 6000 വേറെ. അപ്പൊ ഏകദേശം നിങ്ങൾ ആലോചിച്ചാൽ മതി എൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ബിസിനസ്സിലാണ് നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. B2C ആയിട്ട് തുടങ്ങാം, B2B ആയിട്ട് തുടങ്ങാം. B2C ആയിട്ട് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷെ ഒരു B2B ആയിട്ട് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഈ കമ്പനിയുടെ എല്ലാ ആനുകൂല്യങ്ങളും നേടിയെടുക്കാനും എല്ലാ ആഴ്ചയിലും വരുമാനം വാങ്ങുന്ന ഒരു ബിസിനസ്മാൻ ലെവലിലോട്ട് നമുക്ക് മാറാൻ പറ്റും. അപ്പം ഞാനും B2B ആയിട്ട് തുടങ്ങാൻ തീരുമാനിച്ചു. പക്ഷെ B2B ആയിട്ട് തുടങ്ങണം എന്നുണ്ടെങ്കിൽ ലക്ഷങ്ങളും കോടികളൊന്നും വേണ്ട. നമുക്കും നമ്മുടെ ഫാമിലിക്ക് ഉപയോഗിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഡസൻ പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത്. ആ ഒരു ഡസൻ പ്രൊഡക്റ്റ് നമുക്ക് ഹോൾസെയിൽ പ്രൈസിനാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഒരിക്കലും നമുക്ക് ഈ ബിസിനസ്സിൽ നഷ്ടം വരില്ല. അതെനിക്ക് മനസ്സിലായി, അതെനിക്ക് ബോധ്യപ്പെടുത്തി തന്നു. ചെയ്യുന്ന നമ്മൾ B2B ആയിട്ട് തുടങ്ങി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ മുടക്കുന്ന എമൗണ്ട് നമുക്ക് ഒരു 1.5 മാസം കൊണ്ട് തന്നെ തിരിച്ചു പിടിക്കാൻ പറ്റും. അതും എനിക്ക് മനസ്സിലാക്കി തന്നു. എന്നാലും തുടക്കത്തിൽ ഒരു 12 പ്രൊഡക്റ്റ് ഒരുമിച്ച് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 3700 വേണമെന്നുള്ളത് ഭയങ്കര ടാസ്ക് ആയിരുന്നു. ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടും എല്ലാവരോടും ചോദിച്ചു. കാരണം എൻ്റെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ല, ആരും തന്ന് സഹായിച്ചില്ല. പറ്റാവുന്ന ആളുകളെ ബൈക്കുമായിട്ട് നേരിട്ട് പോയി കണ്ടു നോക്കി. ബൈക്കിൽ എണ്ണ കഴിഞ്ഞ നല്ലതാ, അവിടുന്ന് ആരുടെ എന്ത് കിട്ടിയില്ല, ക്യാഷ് കിട്ടിയില്ല. അവസാനം രാത്രി അന്ന് കിടക്കുന്ന സമയത്ത് ആലോചിച്ച് ബൈക്ക് വിറ്റാലോ. അപ്പൊ ഒറ്റയടിക്ക് ബൈക്ക് വിൽക്കാൻ പറ്റില്ല, കാരണം ഉപ്പാന്റെ ക്യാഷിനുള്ള ബൈക്കാണ്. അങ്ങനെ ബൈക്ക് വിറ്റിട്ടാണ് ഞാൻ ഈ സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ കമ്പനിയുടെ വലിയൊരു ട്രെയിനിങ് പ്രോഗ്രാം ഭാഗ്യവശാൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. അവിടെ നിന്നാണ് ശരിക്കും ഈ ബിസിനസ് അവസരം ഞാൻ ഏറ്റെടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കും എൻ്റെ ഫാമിലിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നേട്ടങ്ങൾ എനിക്ക് മനസ്സിലായി. ഈ അവസരം ഏറ്റെടുത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന നഷ്ടങ്ങൾ മനസ്സിലായി. ഞാൻ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഈ അവസരം നമ്പർ 1 മുന്നോട്ട് പോകുന്നത് മനസ്സിലായി. അങ്ങനെ ലൈഫ് ടൈം കരിയറായിട്ട് ഏറ്റെടുത്തതാണ്. ഇന്നിപ്പോൾ നിങ്ങളോട് സംസാരിക്കുവാൻ ഞാൻ കാണിക്കാം. ഇന്ന് സംസാരിക്കും ബിസിനസ്സിലോട്ട് ടോട്ടൽ ഏൺ ചെയ്ത വരുമാനമാണ്. നിങ്ങൾ എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക. കാണുന്നുണ്ടല്ലോ എല്ലാവർക്കും? ഒന്ന് നോക്കുക, ഒന്ന് സ്ക്രീനിൽ നോക്കുക. ആ, എത്രയാണെന്ന് ഒന്ന് വായിച്ചു നോക്കുക. ഇന്ന് ടോട്ടൽ ഈ ബിസിനസ്സിലൂടെ 2,49,38,500 രൂപ ഇന്ന് ടോട്ടൽ ഈ ബിസിനസ്സിലൂടെ ഏൺ ചെയ്തു. ഇന്ന് ആവറേജ് ഈ ബിസിനസ്സിലൂടെ മാസം 8 ലക്ഷം രൂപക്ക് അടുത്താണ് ഇന്നൊരു മാസം ഈ ബിസിനസ്സിലൂടെ വരുമാനം വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 മാസത്തെ ഗവൺമെന്റ് GST കൊടുത്തത് 1.5 ലക്ഷം രൂപക്ക് അടുത്താണ്. ആ ഒരു റേഞ്ചിലോട്ട് മാറി. ഞാൻ ഈ കമ്പനിയുടെ പർപ്പിൾ ഡയമണ്ട് എന്ന റാങ്കിലാണുള്ളത്. ഈ റാങ്കിൽ എത്തിയുള്ള പ്രത്യേകത, കമ്പനി നമ്മുടെ അക്കൗണ്ടിൽ മാത്രമല്ല വരുമാനം തരാം, നമ്മുടെ നോമിന്റെ അക്കൗണ്ട് കമ്പനി വരുമാനം കൊടുക്കും. എൻ്റെ നോമിന് ഇന്ന് വൈഫാണ്. വൈഫിന്റെ അക്കൗണ്ടിക്കും എല്ലാ മാസം 50,000 രൂപ കോപ്ലിക്കൻ ബോണസ് ആയിട്ട് വേറെ അയച്ചു കൊടുക്കുന്നുണ്ട്. രാജകുമാരിയെ പോലെ ഒരു പെണ്ണിനെ കെട്ടിയാൽ പോരാ, കെട്ടിയ പെണ്ണിനെ രാജകുമാരിയെ പോലെ നമുക്ക് നോക്കാൻ പറ്റണം. അപ്പൊ അതിനൊക്കെ എന്നെ സഹായിച്ചത് ഈ ഒരു അവസരമാണ്. അതുപോലെ തന്നെ ഒരു ബൈക്ക് പോലെ വന്ന വ്യക്തിയാണ് ഞാനൊരു ആക്റ്റീവ് ബൈക്ക് എടുക്കുന്നതും അതുപോലെ തന്നെ ഒരു സ്വിഫ്റ്റ് കാർ എടുക്കുന്നതും എല്ലാം. ആദ്യമായിട്ടൊരു കാർ എടുത്തത് സ്വിഫ്റ്റ് കാറാണ്. അന്ന് കാർ എടുക്കുന്ന സമയത്ത് എനിക്ക് കാർ ഓടിക്കാൻ പോലും അറിയില്ല, എന്നാൽ ഞാൻ കാർ എടുത്തു. അങ്ങനെയൊക്കെയുള്ള വ്യക്തിയായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ യാത്ര ചെയ്യുന്ന രണ്ടാമത്തെ എൻ്റെ വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 68 ലക്ഷത്തിന്റെ BMW കാറിലാണ് ഞാൻ ഇന്ന് യാത്ര ചെയ്യുന്നത്. ആ കാറിന്റെ കീ ആണത്. ഞാൻ പറഞ്ഞു വരുന്നത്, അന്ന് ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ മാറി നിൽക്കുകയാണെങ്കിൽ ഞാൻ എവിടെ ഉണ്ടാവും? എൻ്റെ നാട്ടിലുള്ള ആ ഫാൻസി ഷോപ്പിലുണ്ടാവും. അന്ന് അങ്ങനെ ടാസ്ക് എടുത്ത് റിസ്ക് എടുത്ത് ഈ ബിസിനസ്സിലോട്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് ഇന്ന് 68 ലക്ഷത്തിന്റെ കാറിൽ സഞ്ചരിക്കാനും ആ കാറിന്റെ കീ പിടിച്ചിട്ട് നിങ്ങളുടെ മുന്നിൽ ഒരു വിജയമായിട്ട് ഇപ്പം എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത്. ഞാൻ മാത്രം വാങ്ങി എന്നുള്ള എൻ്റെ കൂടെ വന്ന മിഥിലാജ് എന്ന് പറഞ്ഞ വ്യക്തി ഒന്ന് BMW കാർ എടുത്തു, റാഷി എന്ന് പറഞ്ഞ വ്യക്തി ഓഡി കാർ എടുത്തു. അപ്പം ഇനി അടുത്തൊരു വ്യക്തി ഇതാ ഈ മാസം ലാസ്റ്റിൽ റേഞ്ച് റോവർ ഇറക്കാൻ പോകുന്നു. ഞാൻ പറഞ്ഞു, ഇത് കൂടെ വന്ന ആളുകളെ വിജയിപ്പിച്ചുകൊണ്ട് നമുക്ക് വിജയിക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്ലാറ്റ്ഫോമാണ്. അതുപോലെ ലൈഫ് കളർഫുള്ളായി. ഞാൻ ജീവിതത്തിൽ പോയ ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ാം ക്ലാസ് പഠിക്കും മൈസൂർ, +2 ഊട്ടി, പെരുന്നാൾക്ക് നാട്ടുകാരുടെ ഒരു മൂന്നാർ, ഇങ്ങനെ ചെറിയ ട്രിപ്പൊക്കെ പോയിട്ടുള്ളൂ. പക്ഷേ ഈ ബസ്സിൽ വന്നു ഒരുപാട് ഇന്റർനാഷണൽ ട്രിപ്പുകൾ പോയി. പാസ്പോർട്ടിൽ ആദ്യം തായ്ലാന്റ്, ദെൻ മലേഷ്യ, ദെൻ ദുബായ്, അങ്ങനെ ഒരുപാട് ട്രിപ്പുകൾ പോയി. ചിലർക്കൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, കാരണം ഞാനാണല്ലോ പോയത്. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തീരെ ഇഷ്ടപ്പെടില്ല, കാരണം അടുത്ത ഈ ദിവസം ഞാൻ ഇവിടെ ഉണ്ടാവില്ല, ജർമ്മനിയിലാവും. കാരണം നാളെ ഞങ്ങള് ഡയമണ്ട്സ് എല്ലാവരും കൂടിയും 10 ദിവസം യൂറോപ്പിൽ ഞങ്ങൾ അടിച്ചു വിളിക്കാൻ പോവാണ്. ജർമ്മനി, ഓസ്ട്രിയ, സ്ലോവാക്യ, 3 രാജ്യത്ത് ഫ്രീ ആയിട്ട് കമ്പനി ഞങ്ങളെ കൊണ്ടുപോവാണ്. ഞാൻ പറഞ്ഞു വരാം, അന്ന് ഞാൻ എസ് എന്ന തീരുമാനം എടുത്തുകൊണ്ടാണ് ഇന്ന് ജർമ്മനിക്കൊക്കെ ഈ കമ്പനിയിലൂടെ ഫ്രീ ആയിട്ട് ഇപ്പോൾ പോകാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ ഊട്ടി മൈസൂരിനെ പോയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാം, എസ് എന്ന തീരുമാനം എടുക്കണം. നോ അല്ല എടുക്കേണ്ടത്, എസ് ആണ് എടുക്കേണ്ടത്. അപ്പം അങ്ങനെ ചേഞ്ച് ആയി. ഇന്ന് നിങ്ങൾ പുതുതായിട്ട് കേൾക്കുന്ന ആളുകൾ ഭാഗ്യവാന്മാരാണ്. പറയട്ടെ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നല്ല സമയത്താണ് പ്ലാൻ കേട്ടിട്ടുള്ളത്. കാരണം ഇപ്പൊ കമ്പനിയുടെ ഒരു ഓഫർ റണ്ണിങ് ആണ്. ഈ ഓഫർ എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടാവില്ല. കിട്ടുന്ന സമയത്ത് എന്താക്കണം, അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇല്ലെങ്കിൽ അത് എന്തായി പോകും, നഷ്ടപ്പെട്ടു പോകും.
നിങ്ങൾ ഈ ആഴ്ച തന്നെ കമ്പനിയുടെ VB ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ VB ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയും ഈ കമ്പനിയുടെ നിങ്ങൾ കമ്പനിയിൽ വന്നു നിങ്ങൾ 1++4 വീക്ക് കൊണ്ട് 30,000 രൂപ ടീം ബോണസ് ആയിട്ട് വാങ്ങാൻ റെഡിയാണെങ്കിൽ കമ്പനി നിങ്ങളെ ഫ്രീ ആയിട്ട് ഒരു മലേഷ്യൻ ട്രിപ്പ് കൊണ്ടുപോകാൻ കമ്പനി റെഡിയാണ്. ഞാൻ പറഞ്ഞു വരുന്ന ഒരു വെടിക്ക് രണ്ട് പക്ഷി. ആഴ്ചയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അവസരം കിട്ടും, പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മലേഷ്യക്ക് പറക്കാനുള്ള ഒരു ചാൻസ് കൂടി കമ്പനി തരികയാണ്. ഓഫർ എപ്പോഴും ഉണ്ടാവില്ല, കിട്ടുന്ന സമയത്ത് ഈ ആഴ്ച ഉപയോഗപ്പെടുത്തണം, ഇല്ലെങ്കിൽ എന്തായി പോകും, നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അങ്ങനെ ഒരു ചാൻസ് കൂടെ ഉണ്ട്. അപ്പൊ നല്ലൊരു തീരുമാനം എടുത്ത് ഈ അവസരമായിട്ട് കയറി നിൽക്കുക. ഇന്ന് കിട്ടാവുന്ന ഏറ്റവും നല്ല അവസരമാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം ഞാൻ 3G പറയുന്നത്, നിങ്ങൾക്ക് ഫോണിലെടുത്ത് 5G സെർച്ച് ചെയ്യാം. ഇനി നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കാൻ പോകുന്ന മേഖല ഏതാണ്? നിങ്ങൾക്ക് ആൻസർ കിട്ടും, ഹെൽത്ത് ആൻഡ് വെൽനസ് ആണ്. അതേപോലെ കച്ചവട രീതി ഏതാണ് നടക്കാൻ പോകുന്നത്? ഡയറക്ട് സെല്ലിംഗ് ആണ്. അതേപോലെ ഇന്റർനെറ്റ്. ഇത് മൂന്നിനാണ് സ്കോപ്പ് ഉള്ളത്. ഇത് മൂന്നും കൂടി ഒരുമിച്ചുള്ള അവസരമാണ് ഇൻഡസ് എന്ന കമ്പനി നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഏതിലും നല്ല രീതിയിൽ ചെയ്യുന്ന ആളുകളുണ്ട്, തെറ്റായ രീതിയിൽ ചെയ്യുന്ന ആളുകളുണ്ട്. എസ് ഓർ നോ? ആസിഡും പച്ചവെള്ളം രണ്ടും കാണാൻ ഒരുപോലെയാണ്. കുടിച്ചാൽ അറിയാം ആസിഡ് ഏതാണ്, പച്ചവെള്ളം ഏതാണ്, അല്ലെ? എന്നതുപോലെ ഈ മേഖലയിൽ നല്ല കമ്പനീസ് ഉണ്ട്, തെറ്റായ കമ്പനീസ് ഉണ്ട്. പക്ഷെ എൻ്റെ ഈ മേഖലയിൽ കഴിഞ്ഞ 6-7 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചാൽ പറയുന്നത്, ഇന്ന് ഈ മേഖലയിൽ എല്ലാം കൊണ്ട് ഓക്കെ എന്ന് പറഞ്ഞാൽ 100-ൽ 100 മാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിൽ അത് നമ്മുടെ കമ്പനിയാണ്. ഞാനൊരു കാര്യം കാണിക്കാം. കാരണം നമ്മൾ എപ്പോഴും നോക്കേണ്ടത് ഈ കമ്പനിയുടെ ലീഗാലിറ്റിയാണ്. ഇന്ന് ഈ കമ്പനിയുടെ ലീഗാലിറ്റി പറയുന്ന സമയത്ത് വളരെയധികം പ്രൗഡാണ്. കാരണം ഞാൻ കാണിക്കാം, നിങ്ങൾ സ്ക്രീനിലൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം വേറെ ഒന്നുമല്ല, ഇന്ന് ഇൻഡസ് എന്ന ഈ കമ്പനി 100% നിയമപരമായിട്ട് വർക്ക് ചെയ്യുന്ന കമ്പനിയാണെന്ന് കേരള ഹൈക്കോടതി കോർട്ട് ഓർഡറാണ് കാണുന്നത്. ഹലോ, കേരള ഹൈക്കോടതിയുടെ കോർട്ട് ഓർഡർ കിട്ടിയ ഒരൊറ്റ കമ്പനി കേരളത്തിലുള്ളൂ, അത് ഇൻഡസ് ആണ്. ഇതിന്റെ അപ്പുറത്തേക്ക് ലീഗാലിറ്റിക്ക് വേറെ ഒന്നും നമ്മൾ വേണം. അപ്പൊ അത്രയും ലീഗലി പക്കയാണ്. കമ്പനി പ്രൊഫൈൽ നോക്കണമെങ്കിൽ സ്ട്രോങ് പ്രൊഫൈലാണ്. പ്രൊഡക്റ്റുകളെല്ലാം എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്. ഇപ്പൊ ഇത് നമ്മുടെ ഐപ്പിൾസ് എന്ന പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ എല്ലാ പ്രൊഡക്റ്റിന്റെ സൈഡിൽ നിന്ന് കാണാൻ പറ്റും ഈ ഒരു സർട്ടിഫിക്കേഷൻ. മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടെല്ലാം നിങ്ങൾ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി മനസ്സിലാക്കേണ്ടത്. ഈ സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ ആണ്. ഈ സർട്ടിഫിക്കേഷൻ ഗവൺമെന്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ 100% നാച്ചുറൽ ആണ്. ഇതുകൊണ്ട് ഒരാൾക്കും ഒരു സൈഡ് എഫക്ട് ഉണ്ടാകാൻ പാടില്ല. എന്നാലേ ഗവൺമെന്റ് ഈ സർട്ടിഫിക്കേഷൻ കൊടുക്കുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പ്രൊഡക്റ്റ് 100% നാച്ചുറൽ ആണ്. അതുകൊണ്ട് ഒരു സൈഡ് എഫക്റ്റ് ഇല്ല. ആർക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രീമിയം കാറ്റഗറി പ്രൊഡക്റ്റ് ആണ്. ഇൻകം പ്ലാൻ എനിക്ക് പറയാനുള്ളത്, ഇവിടെ ആഴ്ചയിലെ വരുമാനം, നിങ്ങൾ വീട്ടമ്മാവാം, ജോലിക്ക് പോകുന്ന ആളാവാം, എന്തോ ആയിക്കോട്ടെ, കുറച്ച് സമയം നിങ്ങൾ ഈ ബിസിനസ് വേണ്ടി ചിലവഴിക്കുകയാണെങ്കിൽ എല്ലാ ആഴ്ചയിലും നിങ്ങൾക്ക് വരുമാനം വാങ്ങാൻ പറ്റും. ശനിയാഴ്ച ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, വെള്ളിയാഴ്ച ക്ലോസിങ്, ചൊവ്വാഴ്ച നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുമാനം വരും. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച എൻ്റെ ടീമിൽ ഒരു വീട്ടമ്മയുടെ വരുമാനം 26,000 രൂപയാണ് കഴിഞ്ഞ ആഴ്ച ഒരു വീട്ടമ്മ, എൻ്റെ ടീമിലുള്ള ഒരു വീട്ടമ്മ കഴിഞ്ഞ ആഴ്ച വാങ്ങിയത്. 26 വയസ്സായ ഒരു പയ്യൻ കഴിഞ്ഞ ആഴ്ച എൻ്റെ ടീമിലുള്ള ആൾ വാങ്ങിയത് 36,000 രൂപയാണ്. വയസ്സ് 25, ഇൻകം വാങ്ങിയത് 36,000. നിങ്ങൾക്കും വാങ്ങാം ആഴ്ചയിൽ ഇതുപോലെ 10,000, 5,000, 6,000 വാങ്ങാം. സിമ്പിൾ ആണ്. അതിന് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒറ്റയ്ക്കല്ല, നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വലിയൊരു ടീം ഉണ്ടാവും. പറഞ്ഞു വരുന്നത്, ഇന്ന് കിട്ടാവുന്ന ഏറ്റവും നല്ല അവസരം, ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇന്ന് തന്നെ നല്ലൊരു തീരുമാനം എടുക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആരോഗ്യം, നിങ്ങൾ ആഗ്രഹിക്കുന്ന സമ്പത്ത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷം, ഇത് മൂന്ന് നിങ്ങൾക്ക് ഈ ഒരു അവസരത്തിലൂടെ കിട്ടും. ഒരു പ്രശ്നത്തിലുള്ള പരിഹാരമാണ് ശരിയായ ബിസിനസ്. ഇന്ന് സമൂഹം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ആരോഗ്യ പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, തൊഴിലില്ലായ്മ. ഈ മൂന്ന് പ്രശ്നത്തിനും, നമ്മൾ ആരോഗ്യപരമായി ഫേസ് ചെയ്യുന്ന പ്രശ്നത്തിനും, സാമ്പത്തികമായുള്ള പ്രശ്നത്തിനും, തൊഴിൽ പ്രശ്നത്തിനും, ഈ മൂന്ന് പ്രശ്നത്തിനും ഒരുപോലെ സൊല്യൂഷനാണ് ഇൻഡസ് വന്ന കമ്പനി നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. സോ നല്ലൊരു തീരുമാനം എടുത്ത് ഇന്ന് തന്നെ ഈ അവസരത്തിന്റെ ഭാഗമാവുക. ഈ ഒരു പ്രോഗ്രാം എൻഡ് ചെയ്ത ഉടനെ തന്നെ നിങ്ങളെ വിളിച്ച വ്യക്തിയുമായിട്ട് വാട്സപ്പ് വീഡിയോ കോളിലോ സൂം വീഡിയോ കോൺഫറൻസിലോ ഇപ്പൊ തന്നെ നിങ്ങൾ വീഡിയോ കോളിൽ സംസാരിച്ച് നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്യുക. ഞാനിത് പറയാനുള്ള കാരണം, ഇവിടെ 50% കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, 25% നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളൂ, 10% നിങ്ങൾക്ക് വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. സ്വാഭാവികമായിട്ട് അയാൾ എന്ന് പറയും ഇതൊന്നും നടക്കൂല, എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത് നടക്കൂല. അവൻ പറഞ്ഞതുപോലെ നടക്കല്ലേ ചെയ്തത്, ഈ ബിസിനസ് പറക്കുകയാണ് ചെയ്തത്. കാരണം നടക്കില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ മലപ്പുറത്ത് മാത്രം ഞങ്ങളുടെ ബിസിനസ്സിലൂടെ 1 കോടി രൂപ വരുമാനം വാങ്ങിയ 14 ആളുകളെ ഇന്ന് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത്, പല്ലുവേദന ആരെടുത്ത് പോകണം? പല്ല് ഡോക്ടർ എടുത്ത് പോകണം, അല്ലാതെ ബാങ്ക് മാനേജർക്ക് പോയിട്ട് കാര്യമില്ല. അപ്പൊ ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകളായിരിക്കും ഡൗട്ട് ചോദിക്കുന്നുണ്ട്. അറിയാത്ത ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല അവസരം എന്താവും, നഷ്ടപ്പെടും. അപ്പൊ ഗോൾഡൻ ചാൻസ് ആണ്, ഏറ്റവും നല്ല അവസരം കിട്ടിയിട്ടുള്ളത്. ഇന്ന് തന്നെ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് ഇന്ന് തന്നെ ഒരു തീരുമാനം എടുക്കുക. ഏപ്രിലാണ് കമ്പനി മലേഷ്യക്ക് പോവുക. ആ മലേഷ്യക്ക് ഏപ്രിലിൽ ഈ ഫ്ലൈറ്റ്, ഇൻഡസ്ട്രിയുടെ ഫ്ലൈറ്റ് എറണാകുളത്ത് പോകുന്ന സമയത്ത് നിങ്ങൾ ആ ഫ്ലൈറ്റിൽ ഉണ്ടാവണം. അപ്പൊ അത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു തീരുമാനം എടുക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ടേക്ക് എ ഗുഡ് ഡിസിഷൻ, മേക്ക് എ ഗുഡ് ഫ്യൂച്ചർ. ഓൾ ദി വെരി ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് വിവ. താങ്ക് യു മുഹമ്മദ് നൈസാർ. വളരെ വ്യക്തമായിട്ട് ഏത് സാധാരണ വ്യക്തിക്കും മനസ്സിലാകുന്ന അദ്ദേഹത്തിന്റെ ഒരു അച്ചീവ്മെന്റ്സ് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, ഈ ബിസിനസ് ഈ ആഴ്ച നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്കും മലേഷ്യയിലേക്ക് പോകും, അല്ലെ? അദ്ദേഹം ആലോചിച്ചു, ഒരു ചെമ്മാടുന്ന് ബിസിനസ് തുടങ്ങി